ലോറി വഴിയരികിൽ നിർത്തിയപ്പോഴാണ് അവൻ മയക്കത്തിൽ നിന്നും ഉണർന്നത്. ഒരു ചായ കുടിച്ചിട്ടായാലോ ഇനിയുള്ള യാത്ര? ആ ചോദ്യം ഡ്രൈവർ ഇറങ്ങിയതിന് തൊട്ടു പിന്നിലായി തന്നെയും ഇറങ്ങാൻ നിർബന്ധിതനാക്കി. ഇനിയിപ്പോൾ മൂത്രമൊഴിക്കാൻ നിർത്തണമെന്ന് പറഞ്ഞാൽ അയാൾ നിർത്തിയില്ലെങ്കിലോ? ഗൗരവം നിറഞ്ഞ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി. വേണ്ട, ഇനി അതിനുവേണ്ടി അയാളോട് കെഞ്ചണ്ട. ഇപ്പോൾ തന്നെ കാര്യം സാധിച്ചേക്കാം. സ്വയം അനുമാനിച്ചുകൊണ്ട് വഴിയരികിൽ നിന്നും അല്പം മാറിയിരുന്നു. അയ്യോ, ഞാൻ കയറിയില്ല, ഒന്ന് നിൽക്കണേ. ലോറിയുടെ പിന്നാലെ ഓടിയത് മിച്ചം. കണ്ണിൽ നിന്നും ലോറി മറയുന്നതുവരെ നോക്കി നിന്നു. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും അപ്പോഴത്തെ അവസ്ഥയും തന്നെ പഴിചാരുന്നുണ്ടായിരുന്നു. ഉത്തരമില്ലാതെ സ്വയം പഴിചാരി അല്പനേരം അവിടെ തന്നെ നിലയുറപ്പിച്ചു. റോഡിന്റെ മറുവശത്തെ തട്ടുകടയിൽ മങ്ങിയ വെളിച്ചത്തിൽ തിരക്കിട്ട് ജോലികൾ ചെയ്യുന്ന ആ പ്രായം ചെന്ന ആളെ ലക്ഷ്യമാക്കി നടന്നു. ചായ കുടിക്കാൻ തോന്നുന്നില്ല. അപ്പോഴും ആ പെരുവഴിയിൽ തനിച്ചായി പോയതിൻ്റെ വേദനയിൽ നിന്നും മനസ്സിന്റെ അങ്കലാപ്പ് വിട്ടകന്നിരുന്നില്ല. ജോലിക്കിടയിലും തന്നെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അയാൾ ജോലി തുടരുകയാണ്. തന്റെ മൗനത്തിന്റെ ഉറവിടം ഒരുപക്ഷെ അയാൾ തിരിച്ചറിഞ്ഞിരിക്കണം. സർ, ഇനിയിപ്പോൾ കാലിവണ്ടികൾ നിർത്തുമെന്ന് തോന്നുന്നില്ല. വല്ല കട്ടനും വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. എനിക്ക് സ്റ്റൗ ഓഫാക്കാനാണ്. തട്ടുകടക്കാരൻ സൗമ്യമായി പറഞ്ഞപ്പോൾ തിരിച്ചൊന്ന് പറയാൻ കഴിയാതെ ഈ പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ വിഷമം മനസ്സിനെ വല്ലാതെ തളർത്തിയിരുന്നു. തോളിലെ ബാഗിൽ നിന്ന് പൈസയും എടുത്ത് തട്ടുകടയുടെ ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റൂളിലേക്ക് ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഒരു കട്ടൻ, ഇച്ചിരി കടുപ്പത്തിൽ. ചായ എടുക്കുന്നതിനിടയിൽ തന്റെ മുഖത്ത് നോക്കാതെ വീണ്ടും അയാൾ തുടർന്നു. സാറെന്തിനാ ആ ലോറിയിൽ നിന്ന് ഇറങ്ങിയത്? ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതാ. റോഡല്ലേ, ഒന്ന് നീങ്ങിയിരിക്കാന്ന് കരുതിയാണ് ആ കുറ്റിക്കാട്ടിലേക്ക് മാറിയത്. മൂത്രമൊഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് പോക്കറ്റിലിരുന്ന മൊബൈൽ താഴെ വീണു. ഇരുട്ടത്ത് അത് തപ്പിത്തടവി എടുത്തു വരുമ്പോഴേക്കും ലോറിയുമായി അങ്ങേര് സ്ഥലം വിട്ടിരുന്നു. അതാണോ? കഷ്ടായിപ്പോയി സാറേ. ആ ഡ്രൈവർ നല്ല മനുഷ്യനാട്ടാ. അയാളുടെ തെറ്റല്ല. ഇവിടെ വന്ന് എന്നോടും തിരക്കിയിരുന്നു നിങ്ങളെ കണ്ടോ എന്ന്. മുൻവശത്ത് ലോറി കിടക്കുന്നത് കൊണ്ട് സത്യത്തിൽ നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ഞാനും കണ്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഈ കടയിലെ വെളിച്ചം കാരണമാണ് ലോറിക്കാർ ഇവിടെ നിർത്തുന്നത്. പിന്നെ ചില പറ്റുകാരും. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ. ആ റോഡിലേക്ക് കയറി നിന്നോളൂ. സാറിന് ഭാഗ്യമുണ്ടെങ്കിൽ വല്ലവനും നിർത്തും. പോട്ടെ, സാരയില്ല. ചായ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു നന്ദിയും പറഞ്ഞ് വാക്കുകൾ അവസാനിച്ചപ്പോൾ അയാൾ എന്നെ തന്നെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. മഴ വരുന്ന പോലുണ്ട് സാറേ. അല്ലെങ്കിൽ ഞാൻ കുറച്ചു സമയം കൂടി നിന്നേനെ. വീട്ടിൽ പിള്ളേരും അവളും തനിച്ച. ഒരു അപരിചിതനേക്കാളും സ്നേഹത്തോടെയാണ് അയാൾ തന്നോട് പെരുമാറിയത്. നല്ല മനുഷ്യൻ. ചൂടു ചായ ഊതി കുടിക്കുമ്പോഴും മനസ്സക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. സാറ് പേടിക്കണ്ട, ഏതെങ്കിലും ഒരുത്തൻ നിർത്താതിരിക്കില്ല. പെട്രോൾ മാക്സ് കെടുത്തി തട്ടുകടയുടെ വാതിൽ ചേർത്തടക്കുമ്പോഴാണ് തന്നെ ആശ്വസിപ്പിക്കാൻ എന്നോണം അയാൾ അത് പറഞ്ഞത്. കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ സൈക്കിളിൽ തൂക്കിയിട്ട് അപ്പോൾ വരട്ടെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിൾ മുൻപോട്ടെടുത്തപ്പോൾ ആ വഴിയിൽ ഞാനും കൂട്ടിന് നിറം മങ്ങിയ ഒരു തെളിവ് വെളിച്ചവും മാത്രമായി. ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. ഉള്ളിൽ ഭയത്തിന്റെ കണികകൾ നാമ്പെടുത്തു തുടങ്ങിയിരിക്കുന്നു. അമ്മ 100 തവണ പറഞ്ഞതാണ് രാവിലെ പോയാൽ മതിയെന്ന്. അനുസരണക്കേട് കാണിച്ചതിനുള്ള ശിക്ഷയാകും ഈ നടുറോട്ടിൽ തന്നെ ഒറ്റപ്പെടുത്തിയത്. അല്ലെങ്കിൽ രവിയുടെ കല്യാണ രാത്രിയിൽ അടിച്ചു പൊളിക്കാൻ അവൻ നിർബന്ധിച്ചിട്ടും തന്റെ പിടിവാശിയായിരുന്നില്ലേ ഈ രാത്രി സഞ്ചാരം? രാവിലെ ജോലിസ്ഥലത്തെത്തിയില്ലെങ്കിൽ ഷേ, ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നെന്ന്. ഓരോന്നാലോചിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഒരു മഴത്തുള്ളി മുഖത്തേക്ക് പതിച്ചത്. ഈശ്വരാ, മഴയാണല്ലോ. മഴ കൊള്ളാതിരിക്കാൻ പോലും ഒരിടമില്ലല്ലോ. തുള്ളികൾ ഒന്നിനു പുറകെ ഒന്നായി പെയ്തു തുടങ്ങിയപ്പോൾ കയ്യിലിരുന്ന ബാഗ് നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് നടന്നു. മഴ കൊള്ളാതിരിക്കാൻ ഒരിടം തേടിയുള്ള പാച്ചിലിൽ കുറച്ചു മുന്നോട്ടടുത്തപ്പോൾ മിന്നലിന്റെ വെളിച്ചത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന എന്തോ ഒന്ന് കണ്ണിൽപ്പെട്ടു. അതൊരു വീടായിരിക്കുമോ? അല്ല, വെളിച്ചമില്ല. അതൊരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ കടയാണ്. രണ്ടും കൽപ്പിച്ചവൻ അതിനുള്ളിലേക്ക് കയറി. മനസ്സിൽ ചെറിയൊരു ആശ്വാസം, ഒപ്പം ഭയവും. മഴ കനക്കാൻ തുടങ്ങി. മറുവശം കാണാത്ത രീതിയിലുള്ള ശക്തമായ മഴ. ഇടയ്ക്ക് വെളിച്ചം വീശുന്ന മിന്നലിൽ ആ മഴത്തുള്ളിയുടെ തീവ്രത അവൻ തിരിച്ചറിഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ ഓടിനിടയിലൂടെ ഒഴുകിയിറങ്ങിയ മഴത്തുള്ളികൾ വീണ്ടും തന്നെ നനയിപ്പിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ആ തൂണിനരികിലേക്ക് മാറി നിൽക്കാൻ അവനെ നിർബന്ധിതനാക്കിയത്. മഴയായതുകൊണ്ടാവാം ചെവീടുകൾ പോലും ഒച്ചയുണ്ടാക്കാതെ കൂടണഞ്ഞത്. മഴത്തുള്ളികൾ തറയിലേക്ക് വന്ന് പതിക്കുന്ന ശബ്ദം മാത്രം ചുറ്റും മുഴങ്ങി കേൾക്കാമായിരുന്നു.
റോഡിലേക്ക് നോക്കിക്കൊണ്ട് സാവധാനം പിറകിലേക്ക് നീങ്ങിയപ്പോൾ കാലിലെന്തോ തടഞ്ഞതുപോലെ തോന്നിയതാകുമോ? അതോ ഒരു മനുഷ്യന്റെ കാലായിരുന്നോ? സംശയം തീർക്കാനായി പോക്കറ്റിലിരുന്ന മൊബൈൽ മുണ്ടിന്റെ തലപ്പ് കൊണ്ട് തുടച്ച് ലൈറ്റ് ഓൺ ചെയ്തു. കണ്ട മാത്രയിൽ ശ്വാസം നിലച്ചതുപോലെയായിരുന്നു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഒരിക്കൽ കൂടി നോക്കി. സ്വപ്നമല്ല, അതൊരു സ്ത്രീ തന്നെ. സാരി മാറിക്കിടക്കുന്ന മുട്ടുകാലിൽ നിന്നും പാദം വരെ ചോരയിൽ കുളിച്ച് ഒരു സ്ത്രീ പുറംതിരിഞ്ഞു കിടക്കുന്നു. അവളുടെ കാലിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം തറയിലും ചില ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്നു. ആ പെരുമഴയത്തും അവന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു നിന്നു. അവളുടെ മുടിയെല്ലാം അലങ്കോലമായി കിടക്കുന്നു. കയ്യിലിരുന്ന മൊബൈൽ വിറക്കാൻ തുടങ്ങിയിരുന്നു. കൂട്ടത്തിൽ മഴയോടൊപ്പം വീശടിക്കുന്ന കാറ്റും. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്ന ആ മനസ്സിനെ അല്പനേരം കൊണ്ടവൻ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. ജീവനുണ്ടോ എന്നൊന്നു നോക്കിയാലോ? ചുറ്റുപാടും നോക്കി. ആരുമില്ല. കയ്യിലിരുന്ന മൊബൈൽ ഷർട്ടിന്റെ പോക്കറ്റിലിട്ടവൻ അവളുടെ അരികിലായി നിന്നു. മുഖം മറച്ചിരുന്ന മുടിയിഴകളെ സൈഡിലേക്ക് ഒതുക്കി വെച്ചവൻ തന്റെ 2 വിരലുകൾ അവളുടെ മൂക്കിലേക്ക് ചേർത്തു വെച്ചു. അവളുടെ ചുടുശ്വാസം വിരലിൽ പതിച്ചു. ഈശ്വര, മരിച്ചിട്ടില്ല, ജീവനുണ്ട്. ബാഗ് തുറന്ന് അമ്മ വാങ്ങിത്തന്ന ഓണക്കോടി മുണ്ടെടുത്ത് പട്ടം കീറി കാലിൽ പറ്റിയ രക്തമെല്ലാം തുടച്ചു കളഞ്ഞുകൊണ്ട് സാരി നേരെയിട്ടു. രക്തം ഒരുപാട് പോയിട്ടുണ്ട്. ഇനിയും താമസിച്ചാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും. പോലീസിനെ പേടിച്ച് മാറി നിന്നതുകൊണ്ട് ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടുന്നിരിക്കും. എന്നാൽ ജീവന് വേണ്ടി പോരാടുന്ന ഇവളോ? ഒന്നുമല്ലെങ്കിലും ഒരു സ്ത്രീയല്ലേ. തൻ്റെ അമ്മയ്ക്കല്ലെങ്കിൽ പെങ്ങൾക്കാണിങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കണ്ണടച്ചുകൊണ്ട് തിരികെ പോകുമായിരുന്നു. വരുന്നത് വരട്ടെ, ബാക്കിയെല്ലാം പിന്നീടുള്ള കാര്യമല്ലേ. തനിക്കിപ്പോൾ പ്രാധാന്യം ഇവളുടെ ജീവനാണ്. ബാക്കിയെല്ലാം പിറകെ. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരു ഉപായം കടന്നു വന്നു. ഈ പെരുമഴയത്ത് വിളിച്ചു കൂവിയത് കൊണ്ടൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. ആംബുലൻസ് വിളിക്കാം. മൊബൈൽ എടുത്ത് ഉടൻ തന്നെ ആംബുലൻസ് നമ്പറിലേക്ക് വിളിച്ചു. അവർ കാരണം അന്വേഷിച്ചപ്പോൾ മറുപടി പറയാൻ അല്പം സമയമെടുത്തു. എന്തു പറയും? എന്തു പറ്റിയതാ സാർ? സത്യം പറയാൻ മനസ്സനുവദിച്ചില്ല. ഒരു ആക്സിഡന്റ് പറ്റിയതാണെന്ന് കളവു പറഞ്ഞു. ഇനി റേപ്പെങ്ങാനുമാണെന്ന് പറഞ്ഞ് പോലീസ് കേസായി വരുമ്പോഴേക്കും ഇവളുടെ ജീവൻ നഷ്ടപ്പെട്ടാലോ എന്ന ആദിയായിരുന്നു മനസ്സു നിറയെ. സ്ഥലമറിയാത്ത കാരണത്താൽ അവർക്ക് ലൊക്കേഷൻ മാപ്പും അയച്ചു കൊടുത്തു. പാവം, ആരൊക്കെയോ ചേർത്ത് മാനഭംഗം ചെയ്ത് ഈ ആളൊഴിഞ്ഞെടുത്ത് വലിച്ചെറിഞ്ഞതാകും സാമദ്രോഹികൾ. ചോരയിൽ കുളിച്ച ആ തുണി മഴവെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന തുണി കൊണ്ട് അവളുടെ മുഖവും കൈയും തുടച്ചു വൃത്തിയാക്കി. എന്നിട്ട് ആ തൂണിലേക്ക് അവളെ പതിയെ ചാരിയിരുത്തി. അല്പസമയത്തിനുള്ളിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് ആംബുലൻസ് എത്തി. വന്നവർ തന്റെ മുഖത്തെ വെപ്രാളം കണ്ടിട്ടാകണം ഒന്നും ചോദിക്കാതെ വാനിലേക്ക് അവളെ എടുത്തു കയറ്റിയത്. അവളുടെ മൂക്കിലേക്ക് ഓക്സിജൻ മാസ്ക് തിരികെ വെച്ചപ്പോഴാണ് മനസ്സിലൊരു ആശ്വാസം വീണത്. ആ തിരക്കിനിടയിലും അവർ പറയുന്നത് തനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. പാതിരാത്രിയിൽ ഭാര്യമാരെ കൊണ്ട് കറങ്ങാൻ നടക്കും. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കിടന്ന് കരയും. എന്തെങ്കിലും പറ്റിയാലോ? കുറ്റം മുഴുവൻ ആശുപത്രിക്കാർക്ക്. തന്റെ മൗനമാകണം അവരുടെ വാക്കുകൾക്ക് ദൈർഘ്യം കുറച്ചത്. അവളെയും കൂട്ടി എമർജൻസി വാർഡിലേക്ക് അവർ നടക്കുമ്പോൾ ഒരു താൽക്കാലിക ഭർത്താവായിരുന്നിട്ടും ഒരു യഥാർത്ഥ ഭർത്താവിന്റെ പരിഗണനയാണ് അവർ തനിക്ക് നൽകിയത്. അവളുടെ പേര് പോലും അറിയാത്ത താൻ അവൾക്ക് നൽകിയ പേര് ഒരു കാലത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരാണെന്ന് അവന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ശിഖ സുധീഷ്. അങ്ങനെ ആരുടെയും തടസ്സങ്ങളില്ലാതെ ഞാനിന്ന് ഒരു ഭർത്താവും കൂടിയായിരിക്കുകയാണ്. ഒരു ഭർത്താവിനെ പോലെ പുറത്ത് ബെഞ്ചിൽ കാത്തിരിക്കുമ്പോൾ അവൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞ് കണ്ണാടി വാതിൽ തുറന്ന് തന്റെ അടുക്കലേക്ക് വന്ന നേഴ്സിന്റെ മുഖം കോപത്താൽ ജ്വലിക്കുകയായിരുന്നു. താനൊരു മനുഷ്യനാണോടോ? ഇത് തന്റെ ഭാര്യ തന്നെയാണോടോ? മറുപടി പറയാൻ കഴിയാതെ തല കുനിച്ചിരിക്കുന്ന തന്റെ നേർക്കവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് വീണ്ടും കയർത്തു. പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം താൻ അവരോട് പറഞ്ഞാൽ മതി. അവർ തിരിച്ചുപോയതിന് തൊട്ടുപിറകിലായി പോലീസുമെത്തി. പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത തന്നെ അവർ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോഴും തന്റെ കണ്ണുകൾ അടഞ്ഞുകിടക്കുന്ന ആ കണ്ണാടി വാതിലിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് നടക്കടോ സർ. അവൾ തനിച്ചാണ്. അവൾക്ക് ബോധം വീഴുന്നവരെങ്കിലും എനിക്കിവിടെ തങ്ങാൻ കഴിയുമോ? അവളുടെ കൂടെ ഞാൻ മാത്രാണുള്ളത്. എന്തെങ്കിലും ആവശ്യമായി വന്നാൽ വാങ്ങിക്കൊടുക്കാൻ പോലും ആരുമില്ല. വേദനയോടെ ചോദിച്ചതിനെല്ലാം അവരുടെ മുറുമുറുക്കങ്ങൾ മാത്രമാണ് തനിക്ക് മറുപടിയായി ലഭിച്ചത്. അതെല്ലാം ഞങ്ങൾ അറിയിച്ചു തരാടോ. ഒരു പെണ്ണിനെ പിഴപ്പിച്ച് ഈ കോലത്തിലാക്കിയതും പോരാ, ഇനി അവൾ ചാവുന്നതും കൂടി നിനക്ക് കാണണമെന്നോ? കൊള്ളാലോ നീയ്. അവരുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ ആശുപത്രി വരാന്തയിലെ ചുവരുകളിൽ തട്ടി മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു.
തളർന്നിരിക്കുന്ന തൻ്റെ കാലിനേക്കാളും ശക്തിയായിരുന്നു കൂട്ടിപ്പിടിച്ച അവരുടെ കൈകൾക്ക്. നടക്കുകയല്ലായിരുന്നു, ഇരുവരാൽ ഞാൻ നിലം തൊടാതെ പറക്കുകയായിരുന്നു. ചിലപ്പോൾ താൻ അവളുടെ ഭർത്താവാണെന്നുള്ള കാര്യം സംശയമാണെന്ന് ആ നേഴ്സ് ഇവരോട് പറഞ്ഞു കാണണം. ഭർത്താവായി അഭിനയിക്കാനല്ലേ തനിക്ക് കഴിയൂ. തൻ്റെ മുഖത്തു നിന്നും ഒരു ഭർത്താവിൻ്റെ വികാരമില്ലെന്ന് ആ സ്ത്രീ മനസ്സിലാക്കിയിരിക്കും. ശരിയായിരിക്കാം, ഒരു യഥാർത്ഥ ഭർത്താവിന് മാത്രമേ ഭർത്താവിൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എത്ര പെട്ടെന്നാണ് ഞാൻ ചെയ്ത നന്മകൾ കാറ്റിൽ പറന്നുപോയത്. വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കൂട്ടത്തിൽ നിന്ന് താനൽപ്പം മനുഷ്യത്വം കാണിച്ചതുകൊണ്ടാണോ എല്ലാവരുടെയും കണ്ണിൽ ഇപ്പോൾ കുറ്റക്കാരനായത്? തൻ്റെ സത്യങ്ങൾക്കിപ്പോൾ ഒരു പ്രസക്തിയും ഇല്ലാതായിരിക്കുന്നു. എല്ലാം വായുവിൽ വരച്ച ചിത്രങ്ങളെപ്പോലെ അദൃശ്യമായിരിക്കുന്നു. ഇത്രയുമില്ലെങ്കിലും ഇതിലെ ചില രംഗങ്ങൾ താൻ പ്രതീക്ഷിച്ചതുപോലെ വന്നിട്ടുണ്ട്. തൻ്റെ മനസ്സിലെ വിഷമം കണ്ടിട്ടാണോ, മഴയുടെ വരവിലെ സന്തോഷമാണോ? ഈയാമ്പാറ്റുകൾ ഞങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വാതിക്കൽ വട്ടമിട്ട് പറക്കുകയാണ്. അൽപായുസുള്ള ഈ ദൈവസൃഷ്ടിയെ പോലെയായി താൻ ചെയ്തുപോയ ഈ സൽക്കർമ്മവും. വലിച്ചിഴച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോഴും ഒരു കുറ്റവാളിയോട് പെരുമാറുന്ന പോലെയാണ് അവർ തന്നോട് പെരുമാറിയത്. തുറിച്ച കണ്ണുകളിലൂടെയുള്ള അവരുടെ നോട്ടവും ഭാവവും അക്ഷരാർത്ഥത്തിൽ താനൊരു കുറ്റവാളിയാണെന്ന് സ്വയം അനുമാനിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവരുടെ രൗദ്രഭാവം മാറി പുഞ്ചിരിക്കുന്ന മുഖത്തിലേക്ക് വഴി തുറന്നു. ആ കാഴ്ച തന്നെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ഇവർ എന്തായിരിക്കും ആലോചിക്കുന്നത്? സിനിമയിലെല്ലാം കാണുന്ന പോലെ വഴിയിൽ വെച്ച് അപായപ്പെടുത്താനാകുമോ? ഇന്നത്തെ രാത്രിയിലേക്കുള്ള ഇരയെ കിട്ടിയതിൻ്റെ സന്തോഷമായിരിക്കും ചിലപ്പോൾ. കൂട്ടുകാർക്കും കൂടി പങ്കിട്ട് കഴിക്കാൻ കൊണ്ട് പോകുന്നതായിരിക്കും. തൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇടതടവില്ലാതെ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. ചെയ്തത് തെറ്റോ ശരിയോ, അതിനും മറുപടിയില്ല. അല്ലെങ്കിൽ തന്നെ രക്ഷിക്കാൻ ഈ അസമയത്ത് ആർക്കാണ് കഴിയുക? ആരെയെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ ഫോണും അവർ വാങ്ങിവെച്ചു. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഓരോന്നാലോചിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും അവർ ജീപ്പ് പെട്ടെന്ന് നിർത്തി. സ്റ്റേഷനിൽ മുന്നിൽ ജീപ്പ് നിർത്തിയപ്പോൾ ആ കെട്ടിടത്തിന്റെ നടുക്കായി വെച്ചിരുന്ന ബോർഡിൽ ചുവപ്പു മഷിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇരുണ്ട വെളിച്ചത്തിൽ വായിച്ചു: ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. വായിച്ചു തീരുന്നതിനു മുമ്പ് തന്നെ അവരുടെ കൈകൾ തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. നടക്കടാ, നിന്റെ അമ്മയുടെ ഒരു നോട്ടം. സാറേ, അതേടാ, ഇത് നിന്റെ അമ്മ വീട് തന്നെയാ. കുറച്ചുനേരം വിശ്രമിച്ചിട്ട് പോവാം. അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന പരിഹാസ ചുവയുള്ള ബഹുമാനം. സത്യം, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ തന്നെ. മനസ്സറിയാതെ ഉരുവിട്ടുപോയി. അവർക്ക് നടുവിലായി അവർ തെളിയിച്ച വഴിയിലൂടെ മുൻപോട്ട് നടന്നു. വാതിലിനോട് ചേർന്ന് കിടന്ന ടേബിളിൽ മുൻപേ പോയല്ലോ ഒരുവൻ ആഞ്ഞടിച്ചു. ആ മുറിയിലാകെ പ്രതിഫലിച്ച മുഴക്കത്തിന്റെ ശബ്ദത്തിൽ ടേബിളിൽ തലവെച്ചുറങ്ങുന്ന എല്ലാ പോലീസുകാരും ഞെട്ടി എഴുന്നേറ്റു. ശേഖരൻ സാറായിരുന്നോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ സാറേ. ഉറക്കത്തിൽ നിന്നും ഉണർത്തിയതുകൊണ്ടാകും തോമസ് സാറിന്റെ വാക്കുകളിൽ സ്നേഹാംശം തീരെയില്ലായിരുന്നു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അയാൾ വീണ്ടും ചോദിച്ചു: ശേഖരൻ സാറേ, ഇവൻ ഏതാ? എന്താ കേസ്? സ്ഥിരം കേസ് തന്നെ തോമസ് സാറേ, പീഡനം. ശകലം മൂത്ത കേസാ. അവരുടെ മുഖത്തു നിന്ന് കണ്ണു വെട്ടിച്ചയാൾ തന്നെ അടുമുടിയൊന്ന് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ശേഖരൻ സാറേ, ഇവനോ? കണ്ടാൽ വാഴത്തണ്ട് പോലെയിരിക്കുന്ന ഇവനോ? സത്യമാ സാറേ. എന്നിട്ട് ആ പെണ്ണിനെയും കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുവാ. നമ്മളെല്ലാം പൊട്ടന്മാരാണെന്നാ ഇവന്റെ വിചാരം. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ, നിന്നെയൊന്ന് വ്യക്തമായി കാണട്ടെ. തോമസ് അക്കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പേ സർക്കസിലെ ജോക്കറെ കണ്ട് ചിരിക്കും വിധം എല്ലാവരുടെയും ചുണ്ടിൽ ചെറിയ മന്ദഹാസം വിടരുന്നത് തനിക്ക് കാണാമായിരുന്നു. നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോടാ. ഇതിനൊക്കെ ഇച്ചിരി ആവുത് വേണ്ടയോ? ഇനി നീ മാത്രമാണോ അതോ കൂട്ടിന് വേറെ വല്ലവരും ഉണ്ടായിരുന്നോ? അവരുടെ പരിഹാസം കേട്ട് കണ്ണു നിറയുമ്പോഴും ആശുപത്രിയിലെ ഓർമ്മകൾ മനസ്സിൽ തിരമാല പോലെ ഇരമ്പുകയായിരുന്നു. എൻ്റെ തോമസ് സാറേ, ഇപ്പോഴത്തെ പിള്ളേര് ഇങ്ങനെയൊക്കെ തന്നെയാ. അമ്പലം ചെറുതാണേലും പ്രതിഷ്ഠ വലുതായിരിക്കും. കൊച്ചൻ പണിയെടുത്തിട്ടുള്ള ക്ഷീണമാ സാറേ. ശേഖരന്റെ തമാശ കേട്ടിട്ട് കൂടെയുണ്ടായിരുന്നവർ എല്ലാവരും ചിരിച്ചു, താനൊഴികെ. ഇതെല്ലാം അനുഭവിക്കാൻ തലയിൽ എഴുതിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ. FIR എഴുതട്ടെ ശേഖരൻ സാറേ? ചാക്കോ സാർ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. ഞാനിപ്പോ എന്താ പറയാ? ആ നേഴ്സ് പറഞ്ഞതും വെച്ച് എങ്ങനെയാ എഴുതാ? കൊച്ചൻ്റെ ജീവിതം പോകുന്ന കേസാ. തോമസ് സാറേ, സേതു സാർ ഉണ്ടോ അകത്ത്? അടഞ്ഞു കിടക്കുന്ന വാതിലിനപ്പുറം നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തിയാണ് ശേഖരൻ തോമസിനോട് അക്കാര്യം ചോദിച്ചത്. എന്ത് ചോദ്യമാ ശേഖരൻ സാറേ? സേതു സാറ് രാത്രിയിലെ മൂങ്ങയല്ലേ? പറയുന്നതിനോടൊപ്പം അവർ ചിരിക്കുന്നുമുണ്ടായിരുന്നു. സേതു സാറും കൊച്ചുറാണിയും കൂടി റൗണ്ട്സിന് പോയേക്കുവാ.
റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു പെണ്ണിനെ കണ്ടുവന്ന് ആരാണ്ട് വിളിച്ചു പറഞ്ഞുത്രേ. ശവമൊന്നും ആയിരിക്കില്ലെന്നേ. എന്റെ ശേഖരൻ സാറേ, സംഭവം അതുതന്നെ. ഇവരങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവൾമാര് പണി കഴിഞ്ഞ് മൂടും തട്ടി പോയി കാണും. നാട്ടിൽ വേറെ വല്ല കേസും വേണ്ടേ? എവിടെ നോക്കിയാലും പീഡനം. അതിന് മാത്രം പെണ്ണുങ്ങളുണ്ടോ കേരളത്തിൽ? എന്തായാലും നേരിട്ട് കാണാലോ എന്നോർക്കുമ്പോൾ ഒരു രോമാഞ്ചം. തോമസ് ചുണ്ട് കടിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. ശവമാണ് മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞ് ഓരോരുത്തന്മാര് വിളിച്ച് പറയുമ്പോഴേക്കും സാറങ്ങ് എടുത്തു ചാടും, പെട്ടിയും കിടക്കയുമായിട്ട്. പുതിയതല്ലേ, അതിൻ്റെ ഒരു ചോരത്തിളപ്പ. കുറച്ചു കഴിയുമ്പോൾ തന്നെ മാറിക്കോളും. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. അതും പറഞ്ഞ് ഉറക്കക്ഷീണം മാറ്റാനെന്നോണം പൂജയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും എടുത്തു കുടിച്ചു. വെള്ളം ഇറക്കുമ്പോഴും അവരുടെ കണ്ണുകൾ തൻ്റെ നേർക്കായിരുന്നു. അടുത്ത ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തനിക്ക് നേരെ നീട്ടി. നിന്ന് വിയർക്കുന്നല്ലോടാ കൊച്ചനെ. ഇവിടെ എ സി ഒന്നുമില്ല. വേണേച്ചാ ഇത്തിരി വെള്ളം കുടിച്ചോ. തണുത്ത വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ ഉന്മേഷത്തിലാണ് അയാൾ പറഞ്ഞത്. ദാഹം തൊണ്ടക്കുഴി വരെ എത്തിയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി കുടിക്കാൻ തനിക്കെന്തോ കഴിയുന്നില്ല. ജീവിതത്തിലാദ്യമായി പോലീസ് സ്റ്റേഷൻ കയറിയതിൻ്റെ ദേഷ്യം തൻ്റെ മനസാക്ഷിയെ പട്ടിണിക്കിട്ട് പകരം വീട്ടുകയായിരുന്നു. നീട്ടിപ്പിടിച്ച വെള്ളം ഗ്ലാസ് തിരികെ കൂജയുടെ അടുത്തായി വെച്ചപ്പോൾ അതിലെ വെള്ളത്തുള്ളികൾ ചുറ്റും തെറിച്ചു വീണു. വേണ്ടെങ്കിൽ വേണ്ട. പോലീസുകാര് പച്ചവെള്ളം തന്നില്ലാന്നെങ്ങാനും ഇനി പുറത്തുപോയി ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ കൊരവള്ളി ഞാൻ പിഴുതെറിയും. കേട്ടോടാ പീഡനക്കാരാ. ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നാലും രസികപ്രിയനായതുകൊണ്ട് കൂടെയുള്ളവർക്കെല്ലാം തോമസ് സാറിനെ വലിയ ഇഷ്ടമാണ്. തനി കോട്ടയക്കാരുടെ ഭാഷയും ആരെയും വെറുപ്പിക്കാത്ത തരത്തിലുള്ള സംസാരവും. എല്ലാവരെയും പോലെ ശേഖരനും തോമസ് സാറിനോട് ഒരു പ്രത്യേക മതിപ്പാണ്. എന്തു ചെയ്യുകയാണെങ്കിലും എല്ലാവരും അയാളോടൊന്ന് ആലോചിക്കും. പ്രായത്തിന്റെ പക്വത കാണാതിരിക്കില്ലല്ലോ. തോമസ് സാറേ, സേതു സാറ് ഇപ്പോഴെങ്ങാനും എത്തുമോ? ആർക്കറിയാടാവേ. ആ പെണ്ണിനെ എടുത്ത് പരിശോധിക്കേണ്ടായോ? പച്ചയാണോ അതോ പഴുത്തതാണോ അല്ലെങ്കിൽ ചീഞ്ഞതാണോ എന്നെല്ലാം ഓരോരോ ഗതികേടേ. തോമസ് സാറ് ബെൽറ്റ് മുറുക്കി പാൻറ് വയറ്റിലോട്ട് വലിച്ചു കയറ്റി വീണ്ടും കസേരയിൽ തന്നെയിരുന്നു. അല്ല സാറേ, ഇവനിപ്പോ എന്താ ചെയ്യാ? അകത്ത് കിടക്കട്ടെ. സേതു സാറ് വന്ന് ചോദിച്ചിട്ട് വേണ്ട പോലെ ചെയ്യാം അല്ലേ? തോമസ് സാറ് ഒരു മൂളലിൽ മറുപടി ഒതുക്കി. നിനക്ക് ചായയും കാപ്പിയും വല്ലതും വേണോടാ? ശേഖരൻ സാറിന്റെ നോട്ടം തന്റെ നേർക്ക് തിരിഞ്ഞു. വേണ്ടെന്ന് തല കുലുക്കിയപ്പോഴാണ് അവർ തന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തത്. പരസ്പരം കളിയാക്കി ചിരിച്ചുവെങ്കിലും അവരുടെ ഉള്ളിൽ മനുഷ്യത്വം നശിച്ചിട്ടില്ല എന്നവൻ തിരിച്ചറിയുകയായിരുന്നു. ആ മനുഷ്യപ്പറ്റുള്ള പോലീസുകാരനെ നനവാർന്ന കണ്ണിലൂടെ ദയനീയമായി ഒരിക്കൽ കൂടി നോക്കി. ചിലപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ. എന്നാൽ താൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരുന്നു അവരുടെ കണക്കുകൂട്ടലുകൾ. സാറിന് പ്രസിഡന്റിന്റെ ഉത്തരവ് വേണായിരിക്കും കൂട്ടിൽ കയറാൻ. ജയിൽ പാളി തുറക്കുമ്പോഴും മാറി നിന്നതുകൊണ്ടാകും ആ വാക്കുകൾ തന്റെ നേർക്ക് തൊടുത്തുവിട്ടത്. വാതിൽ തുറന്ന് തന്നെ അതിലേക്ക് തള്ളിവിടുകയായിരുന്നു. ആട്ടിൻകുട്ടികളെ കൂട്ടിലേക്ക് തള്ളിക്കയറ്റുന്ന പോലെ. മനസ്സ് നിറയെ അവളായിരുന്നു. അവളെക്കുറിച്ചറിയാൻ, ആ വേദനിച്ച മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ കൂട്ടിലകപ്പെട്ട കിളിയുടെ ദുഃഖം തിരിച്ചറിയാത്ത പോലീസുകാരോട് താൻ എന്തു പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്ന വ്യക്തതയില്ലാത്ത ചോദ്യങ്ങൾ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആ ചുമരിലേക്ക് അവൻ ചാരിയിരുന്നു. സാറ് പറഞ്ഞത് നേരാണല്ലോ. ചെക്കൻ വേഗം കിടന്നുറങ്ങിയല്ലോ. അപ്പോൾ കണക്കിന് പണിയെടുത്ത് കാണും. അതാണ് ക്ഷീണത്തിൽ പെട്ടെന്നുറങ്ങിയത്. ഇവന്മാരെല്ലാം ഈ ജയിൽ കാണുമ്പോഴേക്കും ഈ കൂർക്കം വലിച്ചുറങ്ങുന്നത് എങ്ങനെയെന്നാ എനിക്കും മനസ്സിലാകാത്തത്. ഉറങ്ങേ, എന്നാ പിന്നെ അവനെ ഉറക്കിയിട്ട് തന്നെ കാര്യം. തോമസ് സാർ പറഞ്ഞത് കേട്ട് ശേഖരൻ ആക്രോശത്തോടെ സെല്ലിലേക്ക് അടുത്തപ്പോൾ തോമസ് അവരെ തടഞ്ഞു. വേണ്ടടോ, ശല്യപ്പെടുത്തണ്ട. ഇനി അങ്ങോട്ട് ഒരുപാട് നാൾ ഉറങ്ങാനുള്ളതല്ലേ. ഒരു പരിശീലനമായിക്കോട്ടെ. ചുവരിൽ തൂക്കിയിരുന്ന ഘടികാരത്തിന്റെ വലിയ സൂചി ചെറിയ സൂചിയെ പിന്തള്ളിക്കൊണ്ട് വട്ടമിട്ട് കറങ്ങുകയാണ്. പോലീസ് സ്റ്റേഷൻ വീണ്ടും നിശബ്ദതയിലേക്ക് തല ചായ്ച്ചു. സേതു സാറിന്റെ മുറിയിലെ ഫോൺ ഇടയ്ക്ക് ചിലയ്ക്കുന്നതൊഴിച്ചാൽ പൂർണ്ണ നിശബ്ദത അവിടെ മാസകലം തളം കെട്ടി നിന്നു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. പുറത്ത് വെള്ളകീറി തുടങ്ങി. അമ്പലത്തിൽ നിന്നും സുപ്രഭാത കീർത്തനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയിരുന്നു. അതിന് താളം പിടിച്ചുകൊണ്ടുള്ള ചെറുകിളികളുടെ ശബ്ദകോലാഹലവും. പുറത്ത് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ശേഖരൻ പാതി മയക്കത്തിൽ നിന്നുണർന്നത്. തോമസ് സാറേ, എഴുന്നേൽക്ക്. സേതു സാറ് വന്നുന്നാ തോന്നുന്നേ. ഉറക്കച്ചടവിന്റെ വെപ്രാളം വിട്ടു പോകാതെ ശേഖരൻ എല്ലാവരോടുമായി പറഞ്ഞു. പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു യഥാർത്ഥ പോലീസ് വേഷം അണിഞ്ഞവരാകാൻ അവർക്ക് ചില നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഗുഡ് മോർണിംഗ് സർ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു. മോർണിംഗ്.
പരിക്കൻ ശബ്ദത്തിൽ അതിനുള്ള മറുപടിയും നൽകി തന്റെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിലാണ് ശേഖരനെ വിളിച്ചത്. എന്തായടോ ഇന്നലത്തെ ആശുപത്രി കേസ്? പുള്ളിയെ കൊണ്ടുവന്നിട്ടുണ്ട് സർ. തല ഉയർത്തി ശേഖരൻ പറയുമ്പോൾ മുഖത്തു നിന്നും ഉറക്കം പാടെ വിട്ടുപോയിരുന്നു. യുദ്ധം ജയിച്ചു വരുന്ന പടനായകൻ ശിരസുയർത്തി നിൽക്കുന്ന പോലെ ആ വാക്കുകൾ പൂർത്തിയാക്കി അടുത്ത ചോദ്യത്തിനായി ക്ഷമയോടെ കാത്തിരുന്നു. ഇടവേളകൾ ചുരുക്കിക്കൊണ്ട് ആ പരുക്കൻ ശബ്ദം വീണ്ടും മൊഴിഞ്ഞു തുടങ്ങി. അവൻ തന്നെയാണോടോ? അറിയില്ല സാർ. FIR എടുത്തേ, നോക്കട്ടെ. എഴുതിയിട്ടില്ല സാർ. സാറിനോട് ചോദിച്ചിട്ടാകാം എന്ന് കരുതി. പെണ്ണിന്റെ മൊഴിയെടുത്തോ? ഇല്ല സാർ. അന്നേരം ആ പെണ്ണിന് ബോധം നശിച്ചിരുന്നു. പിന്നെ ശേഖര, അവന്റെ മൊഴിയെടുത്തോ? അവനൊന്നും തുറന്നു പറയുന്നില്ല സാർ. താൻ ചോദിച്ചു നോക്കിയോ? സാർ, അത് മറുപടി പറയാൻ കഴിയാതെ ശേഖരൻ നിന്നു പരിങ്ങി. താനൊക്കെ എവിടത്തെ പോലീസുകാരനാണോടോ? ചോദിക്കാതെ അവനെങ്ങനെയാ പറയുന്നത്? ഇപ്പോൾ തന്നെ ചോദിക്കാം സാർ. താൻ ഇനി ചോദിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. കൊച്ചുറാണിയും കൂട്ടി നേരെ ആശുപത്രിയിലേക്ക് ചെല്ലൂ. ഞാനവരെ വിളിച്ചിരുന്നു. ആ പെൺകുട്ടി ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്ന്. അത് കേട്ടുകൊണ്ട് മുഖം കഴുകി വന്ന കൊച്ചുറാണിയുടെ മുഖം പെട്ടെന്ന് വാടി. സാർ, രണ്ടക്ഷരമേ ഉള്ളുവെങ്കിലും ആ വിളിക്ക് അല്പം ദൈർഘ്യം കൂടിയോ എന്നൊരു സംശയം. ശേഖരൻ ചിരിയൊതുക്കി കൊച്ചുറാണിക്ക് അകത്തേക്ക് കടന്നു പോകാൻ പാകത്തിന് വഴിമാറിക്കൊടുത്തു. മുഖത്തെ വെള്ളത്തുള്ളികൾ തുടച്ചു കളഞ്ഞിരുന്നില്ല. സേതു സാറിന്റെ അടുത്ത് ചെന്ന് കൊഞ്ചിക്കൊണ്ട് അവൾ പറഞ്ഞു. നേരത്തെ പോണം സാർ. മോന്റെ സ്കൂളിൽ ഒരു പരിപാടിയുണ്ട്. സേതു സാറിന്റെ കണ്ണുകളിൽ നോക്കിയാണ് അവൾ പറഞ്ഞു നിർത്തിയത്. ആ പെണ്ണിന്റെ മൊഴിയെടുക്കണമല്ലോ കൊച്ചുറാണി. ഒരു ഉയർന്ന അധികാരിയായിരുന്നിട്ടും ഒരു അപേക്ഷയായിട്ടാണ് സേതു സാർ കൊച്ചുറാണിയോട് ആവശ്യപ്പെട്ടത്. അതിനിപ്പോൾ ബിന്ദു സാർ വരത്തില്ലേ? മറ്റൊരു കാരണം ചൂണ്ടിക്കാണിച്ച് കൊച്ചുറാണി ഒഴിയാൻ ശ്രമിച്ചെങ്കിലും സേതു സാർ പിന്മാറിയില്ല. ശേഖരന്റെ കൂടെ താനും പൊക്കോടോ. തിരിച്ചു വരുമ്പോൾ തന്നെ അവൻ വീട്ടിൽ ഇറക്കി തരും. ശേഖരന്റെ മുഖത്ത് നോക്കി സമ്മതമല്ലേ എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ തിരിച്ചൊന്നും മിണ്ടാതെ തലകുലുക്കി സമ്മതം അറിയിച്ചു. താൻ പോയി അവനെങ്ങ് പറഞ്ഞുവിട്. പറഞ്ഞു തീരുന്നതിന് മുമ്പായി ശേഖരൻ സെല്ലിലേക്ക് പാഞ്ഞു. സെല്ല് തുറന്ന് ഉറങ്ങിക്കിടന്ന് അവനെ തട്ടിയുണർത്തി. എഴുന്നേക്കടാ, ഉറങ്ങിയത് മതി, SI വിളിക്കുന്നു. പിന്നെ ഇന്നലെ ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പോയി വിളമ്പാൻ നിൽക്കണ്ട. മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും, പറഞ്ഞേക്കാം. അതിൽ ഒരു ഭീഷണിയുടെ സ്വരം നിഴലിച്ചിരുന്നു. ഉറക്കച്ചടവോടെ അവൻ എഴുന്നേറ്റ് SIയുടെ മുറിയിലേക്ക് നടന്നു പോകുന്നതും നോക്കി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ശേഖരൻ സെല്ലിന്റെ വാതിൽ ചേർത്തടച്ചു. ഓടിച്ചെന്ന് അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് താഴ്മയായി പറഞ്ഞു. സർ, ഇതാണ് കക്ഷി. എന്നാൽ ശേഖരൻ ചെല്ല്, സമയം കളയണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. എന്താടോ തൻ്റെ പേര്? സുധീഷ്. ആ പെണ്ണിനെ തനിക്കെങ്ങനെ അറിയാം? മറുപടി പറയാൻ വിസമ്മതിച്ച തൻ്റെ നേർക്ക് ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. സർ, കുറച്ച് വെള്ളം. തൊണ്ട വരളുന്നു. ടേബിളിലിരുന്ന വെള്ളക്കുപ്പി തനിക്ക് നേരെ നീട്ടി. താനത് മുഴുവൻ കുടിച്ചു തീർക്കുന്നത് ആശ്ചര്യത്തോടെ ആ മനുഷ്യൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവന് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. ഒരാശ്വാസം. കണ്ണുകൾ വിടർന്നു. മുണ്ടിന്റെ തലപ്പുകൊണ്ട് മുഖം തുടച്ചുകൊണ്ടവൻ തുടർന്നു. കല്യാണ വീട്ടിൽ നിന്നിറങ്ങിയതു മുതൽ ഈ ലോക്കപ്പിൽ കയറിയത് വരെയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയപ്പോൾ എവിടെയോ ഒരു ശുഭസൂചന തന്നെ കാത്തിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയായിരുന്നു മനസ്സ് മുഴുവൻ. പറഞ്ഞു തീർന്നതും കുറച്ചു നേരത്തിന് മൗനമായിരുന്നു ഇരുവരുടെയും ഭാഗത്ത്. എല്ലാം മനസ്സിലാക്കിയെന്നോണം സാറാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നിനക്കവളെ അറിയില്ല? ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല? സത്യമായിട്ട് അറിയില്ല സാറേ, അമ്മയാണേ സത്യം. താൻ പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. ആ കണ്ണുകളിൽ ദയയുടെ നേർത്ത നനവ് തനിക്ക് കാണാമായിരുന്നു. ടേബിളിലിരുന്ന പേപ്പർ വെയിറ്റ് കറക്കിക്കൊണ്ടാണ് SI അക്കാര്യം പറഞ്ഞത്. അപ്പോൾ അതാണ് നടന്നതല്ലേ? താൻ വല്ലതും കഴിച്ചോ? നന്മയുള്ള ആ പോലീസുകാരന് മുന്നിൽ മനസ്സ് സത്യം പറഞ്ഞുപോയി. ഇല്ല സർ. വിശന്ന് കരയുന്ന കുട്ടിയെപ്പോലെ നിന്ന തൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചവർ പുറത്തേക്ക് വന്നു. തോമസേ, ഇവന് കഴിക്കാൻ വല്ലതും വാങ്ങിക്കൊടുക്ക്. അവർ ചൂണ്ടിക്കാണിച്ച ബെഞ്ചിൽ അനുസരണയോടുകൂടി ഞാൻ പോയിരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള വേഷം മാറുന്നതിനിടയിലാണ് നിർത്താതെ ഫോണടിച്ചത്. തോമസ് പിറുപിറുത്തുകൊണ്ട് ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ശേഖരനായിരുന്നോ? വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇപ്പോൾ ശരിക്ക് കിട്ടിയേനെ. നീ എന്തുവാടാ കിടന്ന് ചാടുന്നത്? ഒന്ന് പതുക്കെ പറയടാ. സേതു സാറ് വേറൊരു ഫോണിലാണ്. പിന്നീട് അങ്ങോട്ട് തോമസ് സാറിന്റെ ശബ്ദം നേർത്ത് ഇല്ലാതായി. ശേഖരന്റെ സംഭാഷണത്തിൽ മുഖത്ത് മാറി മറിയുന്ന വ്യത്യസ്ത ഭാവമാറ്റങ്ങൾ മാത്രം. ഇടയ്ക്ക് ഇടം കണ്ണിട്ട് തന്നെയും നോക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞ് തുറന്നിട്ട ഷർട്ടിന്റെ ബട്ടണുകൾ ചേർത്ത് വയ്ക്കാൻ കൂടി നിൽക്കാതെ തോമസ് സേതു സാറിന്റെ മുറിയിലേക്ക് നടന്നു.
എന്താടോ തോമസേ, നിന്റെ മുഖത്തൊരു വൈകല്യം? സർ, അത് ശേഖരൻ വിളിച്ചിരുന്നു. സാറിനെ വിളിച്ചിരുന്നു. ഫോൺ ബിസിയായിരുന്നെന്ന് പറഞ്ഞു. ഉം, എന്താ കാര്യം? പെണ്ണിന്റെ മൊഴിയെടുത്തുവെന്ന്. അവളെ നശിപ്പിച്ചത് ആണല്ല, പകരം പെണ്ണുങ്ങളാണെന്ന്. സേതു സാർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിന്റെ ഓരത്ത് ചാരിയിരുന്നു. താൻ എന്താടോ രാവിലെ തന്നെ ആളെ പൊട്ടനാക്കാ? പെണ്ണുങ്ങൾ എങ്ങനെയാടോ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുക? അത് എനിക്കറിയില്ല സാർ. പറ്റുമെങ്കിൽ സാറിനോട് അവിടം വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ശേഖരൻ അവിടെ തന്നെ കാത്തു നിൽപ്പുണ്ടെന്ന്. ഓക്കെ, താൻ പോയി അയാളെ ഇങ്ങോട്ട് പറഞ്ഞുവിട്. ആരെയാണ് സാർ? എടോ, ഇന്നലെ ഒരുത്തനെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അതിനെ. ആ പറഞ്ഞത് തോമസ് മാത്രമല്ല, ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും കേട്ടിരുന്നു. അത്ര ശബ്ദത്തിലായിരുന്നു അയാളത് പറഞ്ഞത്. ചോര പറ്റിയ മുഖവുമായി തോമസ് തിരിച്ചു നടന്നു. തോമസ് സാർ പറയുന്നതിന് മുമ്പ് തന്നെ താനും എഴുന്നേറ്റ് സാറിന്റെ മുറിയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. പേര് പറഞ്ഞില്ലെന്നേയുള്ളൂ, വാക്കുകൾ മുഴുവൻ തന്നെക്കുറിച്ചായിരുന്നു. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറ്റവാളികൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവുമായിരിക്കും. ഡോർ തുറന്ന് ഇടതുവശത്തെ ഭിത്തിയോട് ചേർന്നു നിന്നു. ധൈര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു, ആ കുട്ടിയുടെ വിവരം വല്ലതും അറിഞ്ഞോ സർ? എന്റെ ചോദ്യത്തിനിടയിൽ തന്നെ മറുതലയ്ക്കിൽ നിന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. താൻ വല്ലതും കഴിച്ചോ? രണ്ടുപേരുടെയും ചോദ്യങ്ങൾ വ്യക്തതയാകാതെ ആ മുറിയിലെ വായുവിൽ രണ്ട് ഗൗളികളെ പോലെ ഉത്തരം കിട്ടാതെ മുഖാമുഖം നോക്കി നിന്നു. കുറച്ചു നേരത്തിനു മുമ്പുണ്ടായിരുന്ന അതേ പോലീസുകാർ പെട്ടെന്ന് മാറിയിരിക്കുന്നു. മുഖത്ത് വിനയവും ശാന്തവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താൻ വല്ലതും കഴിച്ചോ? താഴ്മയോടെ അടുത്തുവന്ന് തോളിൽ തട്ടി വീണ്ടും ചോദിച്ചു. മറുപടിക്ക് മുൻപായി തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ആ കുട്ടി? കുഴപ്പമില്ലടോ, രക്ഷപ്പെട്ടു. താൻ ദൈവദൂതനായിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് തെറ്റിദ്ധരിക്കപ്പെട്ട ആ വീഴ്ചയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മേൽവിലാസവും ഫോൺ നമ്പറും എഴുതി കൊടുത്തിട്ട് താൻ പൊയ്ക്കോ. സർ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടോ? ആ കുട്ടിയെ എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ? ചോദിച്ചപ്പോൾ ഒരു മന്ദഹാസമായിരുന്നു അതിന് അവരുടെ മറുപടി. അല്പനേരം ആലോചിച്ച ശേഷം SI ഒന്ന് മൂളി. ഞാൻ അങ്ങോട്ടാ, എൻ്റെ കൂടെ പോരെ? തൻ്റെ ആവശ്യം തള്ളിക്കളയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിലും താൻ രക്ഷപ്പെടുത്തിയ ആളല്ലേ. രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന പോലെയല്ലായിരുന്നു തിരിച്ചുള്ള യാത്ര. ജീപ്പിന്റെ മുൻവശത്ത് ഒരു കുറ്റവാളിയെപ്പോലെ അല്ലാതെ സന്തോഷമായിരുന്നു. ഇടയ്ക്ക് ആ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് ഒരു യാത്ര. ഒരുപാട് പ്രതീക്ഷകളായിരുന്നു മനസ്സ് നിറയെ. ആശുപത്രിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി മനസ്സിൽ തെളിഞ്ഞു വന്നു. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും പ്രതീക്ഷയും ചോർന്നു പോകുന്നത് പോലെ തോന്നുന്നു. അവൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, അത് ഉൾക്കൊള്ളാൻ അവൾക്കെങ്ങനെ കഴിയും? ഒരു കുട്ടിയുടെ ജീവിതവും സ്വപ്നവുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. താനിവിടെ ഇരിക്കെ, ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ. അവിടെ കണ്ട ഒരു ബെഞ്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നല്ല മനുഷ്യൻ പറഞ്ഞപ്പോൾ അനുസരിക്കാതെ വേറെ വഴിയില്ലായിരുന്നു. അയാൾ ഡോക്ടറുടെ മുറിയിലേക്ക് നടന്നു നീങ്ങുന്നത് നോക്കി പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പറയാമോ ഡോക്ടർ? അല്പനേരം എന്തോ കാര്യമായി ചിന്തിച്ചതിന് ശേഷം അവർ മറുപടി പറഞ്ഞു. പറയാം. ഇന്നലെ രാത്രി ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് നേഴ്സ് ഓടിവന്ന് തന്നോട് ഇക്കാര്യം പറയുന്നത്. ആദ്യം കണ്ടപ്പോൾ ഒരു മാനഭംഗത്തിന് ശേഷം ഷോക്കിൽ മയങ്ങിപ്പോയതാണെന്ന് കരുതിയത്. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതിനു ശേഷമാണ് ആ ഹൃദയഭേദകമായ കാഴ്ച ഞാൻ കണ്ടത്. രഹസ്യഭാഗത്തിന് ചുറ്റും ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ മൂർച്ചയേറിയ എന്തോ കൊണ്ട് വരഞ്ഞു വെച്ചിരിക്കുന്നു. വരഞ്ഞു എന്ന് പറയുമ്പോൾ ഓരോ മുറിവും വളരെ ആഴത്തിൽ പതിഞ്ഞവ. അതുമൂലമാണ് ധാരാളം രക്തം നഷ്ടപ്പെട്ടത്. എന്നാൽ വിദഗ്ധ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ എനിക്ക് ബോധ്യം വന്നത്. ഡോക്ടർ പറഞ്ഞു വരുന്നത്? ആകാംക്ഷ ഒട്ടും ചോർന്നു പോകാതെ ഒരു പോലീസുകാരൻ്റെ കാര്യക്ഷമതയോടെ വളരെ താഴ്മയായിട്ടാണ് അയാൾ അക്കാര്യം എടുത്തു ചോദിച്ചത്. അവൾ ഒരു പുരുഷനുമായുള്ള ലൈംഗികാക്രമണത്തിന് ഇരയായിട്ടില്ല എന്ന സത്യം. ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞത് 100% സത്യമായിരുന്നാലും സംശയങ്ങൾ അയാളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഡോക്ടർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു? ഇതുവരെയുള്ള കേസുകളെ വിശകലനം ചെയ്തു നോക്കുകയാണെങ്കിൽ ഇത് ഒരു പുരുഷൻ ചെയ്തായിരിക്കാൻ വഴിയില്ല. ആ കുട്ടി അവസാനമായി പറഞ്ഞതും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ശരി ഡോക്ടർ, ഡോക്ടറുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്നിരുന്നാലും ഒരു പുരുഷനല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ മറ്റു വല്ല കാരണങ്ങളും? ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? സി മിസ്റ്റർ,
ഒരു പുരുഷനാണ് ഇപ്രകാരം ചെയ്തതെങ്കിൽ ഈ കുട്ടിയുടെ ശരീരത്ത് ഒരു ചുംബനം പോലും നൽകിയതായുള്ള തെളിവില്ല. ശക്തമായ മൽപ്പിടുത്തമോ നടന്നിട്ടില്ല. സാധാരണമായി പുരുഷന്റെ കൈകൾക്ക് ശക്തി കൂടുതലാണ്. അതിന്റെ പാടുകളെങ്കിലും ശരീരത്തിൽ കാണാൻ സാധിക്കും. ഡോക്ടർ, ചോദിക്കുന്നത് കണ്ട് ഒന്നും വിചാരിക്കരുത്. ശരീരത്തിന്റെ മറ്റു ഭാഗത്ത് വല്ല പരിക്കുകളും മറ്റും? തലയ്ക്ക് പിറകിലായി ശക്തിയായ എന്തോ കൊണ്ട് പ്രഹരിച്ച പാടുണ്ട്. എന്നാൽ അതത്ര കാര്യമാക്കേണ്ടതില്ല. കൂടാതെ രഹസ്യഭാഗത്തിനകത്തും മുറിവുകളുണ്ട്. ഘനമേറിയ എന്തോ കൊണ്ട് കുത്തിയിറക്കിയതാകാം മുറിവിനുള്ള കാരണം. എനിവേ, ആ കുട്ടിക്ക് ഇനിയൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും ചിലപ്പോൾ മാസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. അത്രയും കൊടൂരമായി പോയി ഈ പ്രവൃത്തി. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നത് തനിക്ക് കാണാമായിരുന്നു. പറഞ്ഞു തീർന്നതും ഡോക്ടർ അല്പനേരം മൗനം പാലിച്ചിരുന്നു. ഒരു ഡോക്ടറിലുപരി ഒരു സ്ത്രീയുടെ വേദനകൾ നേരിട്ട് മനസ്സിലാക്കിയതാകാം അവരെ ഈ മൗനത്തിലേക്ക് വഴിതെളിച്ചത്. അവൻ അവരുടെ മൗനത്തിന് കൂട്ടിരുന്നു. കേസിന്റെ സുപ്രധാനമായ എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കുകയാണെങ്കിൽ അത് മുന്നോട്ടുള്ള തന്റെ അന്വേഷണത്തിന് വളരെയേറെ പ്രയോജനം ചെയ്തേക്കാം. താൻ കരുതിയിരുന്നതുമായ ചോദ്യങ്ങളെല്ലാം അവരുടെ മൗനത്തിന് മുന്നിൽ പടിയിറങ്ങി പോവുകയായിരുന്നു. തന്നെക്കൊണ്ട് ഇനി അവരോട് ഒന്നും ചോദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാനസികമായി അവരും തളർന്നു പോയിട്ടുണ്ടാകും. വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. ഒരുപാട് നന്ദി ഡോക്ടർ, ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിന്. ഏയ്, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല കുട്ടി. ഇത് ഒരു ഡോക്ടറുടെ കടമയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ തനിക്ക് എന്തെങ്കിലും പ്രയോജനമാകുമെങ്കിലോ? ഈ പേരിനോട് എനിക്ക് വല്ലാത്തൊരു ആരാധനയാണ്. സേതുമാധവനല്ലേ? അതെ, പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ മറുപടി നൽകി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ആ കുട്ടിയെ ഒന്ന് കാണാൻ സാധിക്കുമോ? ചോദ്യം ചെയ്യാനാണെങ്കിൽ ഈ അവസരത്തിൽ വേണ്ട. ആ കുട്ടി ചുണ്ടുകളൊന്ന് അനക്കാൻ തന്നെ പ്രയാസപ്പെടുകയാണ്. താങ്കൾ പറഞ്ഞയച്ചിരുന്ന 2 പേർ ഇവിടെ വന്നിരുന്നു. കേസിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ അവർക്ക് പെർമിഷൻ നൽകിയത്. എന്നാൽ അവൾക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അവളെന്ന് മാത്രമേ സംസാരിച്ചുള്ളൂ. പിന്നീട് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. ഒന്ന് മനസ്സ് തുറന്ന് കരയാൻ പോലും ആ കുട്ടിക്ക് കഴിയുന്നില്ല. മാനസികമായും ശാരീരികമായും ആ കുട്ടി ആകെ തളർന്നിരിക്കുകയാണ്. ആ ഷോക്കിൽ നിന്നും ഇതുവരെയും അവൾ മുക്തി നേടിയിട്ടില്ല. എല്ലാം ഒന്ന് നേരെയായതിനു ശേഷം ഞാൻ തന്നെ നിങ്ങളെ വിവരം അറിയിക്കാം. സാരമില്ല ഡോക്ടർ, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച വ്യക്തി പുറത്ത് കാത്തിരിപ്പുണ്ട്. അയാൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എവിടെ അയാൾ? പുറത്തുണ്ട് ഡോക്ടർ. അവർക്കാണ് നന്ദി പറയേണ്ടത്. ഈ അവസരത്തിൽ അവർ കാണിച്ച ഈ നന്മ എത്ര നന്ദി വാക്കുകൾ കൊണ്ട് മൂടിയാലും തികയുകയില്ല. എന്നാലും പറഞ്ഞു തീരുന്നതിനു മുമ്പേ അവർ എഴുന്നേറ്റ് തനിക്ക് മുന്നിലായി തന്നെ മുൻപോട്ട് നടന്നു. അവർക്ക് പിറകിലായി അയാളും. തല കുമ്പിട്ടിരുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഇരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ. ഇത്ര കണ്ട് വേദനിപ്പിച്ചിട്ടും ഒരു വിദ്വേഷവും വച്ച് പുലർത്താതെ വാക്കുകളെ കൊണ്ടുപോലും പ്രതികരിക്കാത്ത ആ മനുഷ്യനെ ഇന്നലെ രാത്രി ലോക്കപ്പിലിട്ടതിൽ അയാൾക്ക് വളരെയേറെ മനപ്രയാസമുണ്ടായിരുന്നു. ഡോക്ടറുടെ നടത്തത്തിന് വേഗത കൂടി. തൊഴുകൈകളോടെ അവന്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീരൂപത്തെ കണ്ട് അയാൾ ചാടി എഴുന്നേറ്റു. നമസ്കാരം, ഞാൻ ഡോക്ടർ സുബലക്ഷ്മി. തിരിച്ചും കൈകൾ കൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു, നമസ്കാരം ഡോക്ടർ. പിന്നീട് അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചത് ആ കുട്ടിയുടെ കാര്യം ചോദിച്ചുകൊണ്ടായിരുന്നു. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ആപത്തുഘട്ടത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. എന്നാലും ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ തക്ക സമയത്ത് എത്തിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇന്നലെ അങ്ങനെയെല്ലാം പറയേണ്ടി വന്നതിൽ മാപ്പ് ചോദിക്കുന്നു. അതൊന്നും സാരമില്ല ഡോക്ടർ, എനിക്കതിൽ വിഷമമില്ല. അവൾ രക്ഷപ്പെട്ടല്ലോ, അത് കേട്ടാൽ മതി. ഡോക്ടർ, ഒരപേക്ഷയുണ്ട്. എനിക്കവരെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഒരിടർച്ചയോടെയാണ് തൻ്റെ വാക്കുകൾ ചെന്നൊടുങ്ങിയത്. ഈ അവസരത്തിൽ അത് വേണോ? ഡോക്ടർ, അകലെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. വരൂ. കണ്ണു നിറഞ്ഞത് ആരും കാണാതെ തുടച്ചുകൊണ്ട് അയാൾ അവർക്കു പിന്നാലെ നടന്നു. ഇന്നലെ കണ്ട കണ്ണാടി വാതിൽ അല്പം തുറന്നുകൊണ്ട് ഡോക്ടർ അവളെ അയാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഉറങ്ങുകയാണ്, ശല്യപ്പെടുത്തണ്ട. നനവാർന്ന കണ്ണിലൂടെ അവൻ ആ കാഴ്ച കണ്ടു. പച്ച തുണിയിൽ പുതച്ചു കിടക്കുന്ന ആ ശരീരത്തിലെ മുഖം മാത്രം പുറത്തു കാണാം. മൂക്കിലടക്കം ട്യൂബുകൾ ഘടിപ്പിച്ച ആ കാഴ്ച അധിക നേരം അവന് കണ്ടു നിൽക്കാനായില്ല. മുന്നോട്ട് വെച്ച കാലുകൾ സാവധാനം പുറകോട്ട് വലിച്ചു. പുറകിലേക്ക് വെച്ച നിമിഷം തൻ്റെ തോളിൽ വീണ്ടും ആകാരങ്ങൾ അമർന്നു. തലയുയർത്തി തിരിഞ്ഞു നോക്കി.
സേതു സാർ. പേടിക്കണ്ടടോ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. താൻ സമാധാനം തിരിച്ചു പോകൂ. എല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ ഞാൻ അറിയിക്കാം. എന്താ പോരെ? മതി സർ. അവൻ ആ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശ്വാസമാണ് സാറിനെ. തിരിച്ചവനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടപ്പോഴും ഒരു നന്ദിവാക്ക് പോലും പറയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ മുഴുവൻ പച്ചപ്പുതപ്പിൽ കണ്ണുകളടച്ചു കിടക്കുന്ന ആ കുട്ടിയുടെ മുഖം മാത്രമായിരുന്നു. മനസ്സ് മുഴുവൻ മരവിച്ചു പോയിരിക്കുന്നു. കൈകൾ കൂപ്പി യാത്ര പറയുമ്പോഴും തന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നത് മറ്റാരും കണ്ടതുമില്ല. തിരക്ക് കുറഞ്ഞ ആ ബസ്സിൽ ഒറ്റയ്ക്കിരുന്ന തന്നെ എന്തോ ഒന്ന് വേട്ടയാടിക്കൊണ്ടിരുന്നു. അവൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ശിഖയായിരുന്നു. അല്ലെന്ന് മനസ്സ് ആവർത്തിച്ചു പറയുമ്പോഴും എന്തോ തനിക്ക് മാത്രമായി നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. ഇത്രമാത്രം മനസ്സ് വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യം യാത്രയിലുടനീളം തന്നോട് തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഹലോ മിസ്റ്റർ സേതുമാധവൻ, ഡോക്ടറാണ്, ഹോസ്പിറ്റലിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. എടുത്തു പറയേണ്ടതില്ല ഡോക്ടർ, ഈ ശബ്ദം എൻ്റെ കാതുകൾക്ക് പരിചിതമായി കഴിഞ്ഞു. അപ്രതീക്ഷിതമായ ആ വിളി അവനെ ഏറെ ആനന്ദചിത്തനാക്കിയിരുന്നു. ഗുഡ് മോർണിംഗ് ടു. താങ്കൾ തിരക്കിലാണോ? പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല ഡോക്ടർ. ഞാനിപ്പോൾ സ്റ്റേഷനിലുണ്ട്. ആ കുട്ടിയുടെ കേസുമായി ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്തിനടുത്തായിട്ടുള്ള ഒരു തട്ടുകടക്കാരൻ. എത്ര ചോദിച്ചിട്ടും ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത്. രണ്ട് തട്ട് തട്ടിയാൽ പറയുമെന്ന് നോക്കാം എന്ന് കരുതി കസ്റ്റഡിയിലെടുത്തതാണ്. ഡോക്ടർ ഇപ്പോൾ വിളിച്ചത്? താങ്കൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഇവിടെ വരെ വരാവോ? അല്പം സംസാരിക്കാനുണ്ട്. ആ കുട്ടിയുടെ വിഷയത്തെക്കുറിച്ചാണ്. ഒരു 10 മിനിറ്റ്. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഫോൺ വയ്ക്കുമ്പോൾ അയാളുടെ സന്തോഷം വാക്കുകളിലൂടെ ഡോക്ടർ തിരിച്ചറിയുകയായിരുന്നു. ഫോൺ ഓഫ് ചെയ്തിട്ടും SIയോട് തുറന്നു പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുകയായിരുന്നു അവരപ്പോൾ. കൃത്യം 10 മിനിറ്റിനുള്ളിൽ തന്നെ കതകിൽ മുട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായി SI ഡോക്ടറുടെ മുന്നിൽ വന്നു നിന്നു. ഗുഡ്. പോലീസുകാരായാൽ ഇങ്ങനെ വേണം. കൃത്യനിഷ്ഠയാണ് വിജയത്തിന്റെ മുന്നോടി. ഇരിക്കൂ. അയാളുടെ കൃത്യനിഷ്ഠയെ പ്രശംസിച്ചുകൊണ്ട് തന്നെ അവർ വാക്കുകളിലേക്ക് കടന്നു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തുറന്നു പറയാനാണ് താങ്കളെ വിളിപ്പിച്ചത്. ഞാനും അത് ഊഹിച്ചു. ഡോക്ടർ, ഞാൻ പലപ്പോഴും വിചാരിക്കും, ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് തുറന്നു പറച്ചിൽ ലഭിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്യാമായിരുന്നുവെന്ന്. ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കാത്തിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. സന്തോഷത്താൽ അയാളുടെ മുഖം പ്രസാദിച്ചു. അത്ര കണ്ട് എക്സൈറ്റഡ് ആവാൻ മാത്രമൊന്നുമില്ല. കുട്ടി ആരോടും പറയരുതെന്ന് സത്യം വാങ്ങിയിട്ടുള്ളതാണ്. എന്നാലും തന്നോട് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഈ കുട്ടിക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കരുത് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. ആദ്യം താൻ സ്റ്റേഷനിൽ വിളിച്ചു പറയൂ. ആരെയോ പിടിച്ചുകൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ? അവരെ വിട്ടയക്കാൻ പറയൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മർദ്ദനം ആ പാവം ഏറ്റുവാങ്ങേണ്ടി വരും. അയ്യോ ഡോക്ടറെ, അപ്പോൾ തന്നെ അവരെ പറഞ്ഞു വിട്ടു. ഒരു പാവമാണെന്ന് തോന്നുന്നു. കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞപ്പോൾ സങ്കടം തോന്നി. അതിരിക്കട്ടെ, തന്റെ കേസന്വേഷണം എവിടെ വരെയായി? കുറച്ചുപേരെ ചോദ്യം ചെയ്തു. ആർക്കും ഒരു പിടിയുമില്ല. രാത്രി ആയതുകൊണ്ട് സാക്ഷികൾ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഡോക്ടർ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ഡോക്ടർ ആ കുട്ടി പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ആരംഭിച്ചു. കഥ മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ അവന്റെ മുഖം കോപം കൊണ്ട് വിറയ്ക്കുന്നത് ഡോക്ടറിന് കാണാമായിരുന്നു. കുറച്ചു സമയമെടുത്തു ക്രൂരമായ കഥയുടെ നിമിഷങ്ങളിൽ നിന്ന് ഡോക്ടറിന് പുറത്തേക്ക് വരുവാൻ. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല സേതു ആ കഥയുടെ ബ്ലൂ പ്രിന്റ് തന്റെ മനസ്സിൽ വരയ്ക്കുകയാണെന്നുള്ള വിഷയം. സി മിസ്റ്റർ സേതുമാധവൻ, ഒന്നും എടുത്തു ചാടി ചെയ്യരുത്. എല്ലാം വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വേണം ചെയ്യാൻ. ഒരു കാരണവശാലും ആ കുട്ടി ഇതറിയാൻ ഇടവരരുത്. ഡോക്ടർ, ഈ മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. മിസ്റ്റർ സേതുമാധവൻ, ഇതിലെന്നെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ ചോദിച്ചോട്ടെ? ഒരുപാട് നേരം ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. സംശയം മാത്രമാണ്. പറയൂ ഡോക്ടർ. അബോധാവസ്ഥയിൽ കിടന്ന രോഗിയാണല്ലോ ആ പയ്യൻ ഇവിടെ എത്തിച്ചത്. അതെ, ആംബുലൻസ് സ്റ്റാഫ് റിപ്പോർട്ടിലും അതുതന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ കുട്ടിയുടെ പേര് കൃത്യമായി എങ്ങനെ ആ പയ്യൻ ഇവിടെ രേഖപ്പെടുത്തി? ആ കുട്ടിയും അങ്ങനെ ഒരാളെക്കുറിച്ച് തന്നോട് പറഞ്ഞതുമില്ല. ആ പയ്യനെന്തോ നമ്മളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലൊരു തോന്നൽ. ചിലപ്പോൾ എന്നെ വെറും തോന്നൽ മാത്രമായിരിക്കാം. ഡോക്ടർ പറഞ്ഞത് ശരിയാണല്ലോ. അവന്റെ മൊഴിയിലും ആ കുട്ടി ഒന്നും മിണ്ടിയതായി പറയുന്നില്ല.
ഡോക്ടർ, ഡോൺ വറി. ആ പുള്ളിയുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും എൻ്റെ അടുക്കലുണ്ട്. ഞാൻ തീർച്ചപ്പെടുത്തിക്കൊള്ളാം. ഇപ്പോൾ തന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ആ ടെൻഷൻ തലയിലേറ്റ് നടക്കണ്ടല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ഡു ഇറ്റ് നൗ? ഓ, ഷുവർ. ഡോക്ടർ പറഞ്ഞത് ഒരു അപേക്ഷയായിരുന്നാലും ആ വാക്കുകൾക്ക് അല്പം കട്ടി കൂടിയോ എന്നൊരു സംശയം പോലെ. ചിലപ്പോൾ ഡോക്ടറുടെ സംസാരശൈലി അങ്ങനെയാകാം. അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ പോലീസ് സംശയദൃഷ്ടിയാവാം. ഡോക്ടറുടെ അപേക്ഷയെ മാനിച്ച് സേതു തൻ്റെ മൊബൈലിൽ സേവ് ചെയ്തിരുന്ന ആ നമ്പറിലേക്ക് വിളിച്ചു. ഒന്ന് രണ്ട് തവണ റിങ് പോയതിനു ശേഷമാണ് മറുതലിക്കൽ ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹലോ, ഗുഡ് മോർണിംഗ് സുധീഷേ. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന കോളായതുകൊണ്ടാകാം അല്പമൊന്ന് ആലോചിച്ചതിന് ശേഷം അവൻ മറുപടി പറഞ്ഞത്. ആരാണ്, മനസ്സിലായില്ലല്ലോ? ഇത് ഞാനാണ്, നാട്ടിൽ നിന്ന് SI സേതുമാധവൻ. ഓ, റിയലി സർപ്രൈസ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. SI ഫോൺ സ്പീക്കറിലിട്ടുകൊണ്ട് ഡോക്ടറുടെ മുന്നിലേക്ക് നീക്കിവെച്ചുകൊണ്ടാണ് തൻ്റെ ചോദ്യങ്ങൾക്ക് തുടക്കമിട്ടത്. സുധീഷ്, ഒരു കാര്യം ചോദിച്ചറിയാനാണ് ഇപ്പോൾ വിളിച്ചത്. ബുദ്ധിമുട്ടാകുമോ? എന്ത് ബുദ്ധിമുട്ട് സാർ? സാർ വിളിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ധൈര്യമായി ചോദിച്ചോളൂ. അതിനു മുമ്പായി ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് സാർ? ഷി വാസ് ഗെറ്റിംഗ് എ ലിറ്റിൽ ബെറ്റർ. ബൈ ദ ബൈ, പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ, എൻ്റെയോ? അല്ല, താങ്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാക്കിയ ആ കുട്ടിയുടെ. ചോദ്യത്തിൻ്റെ അവസാനമെന്നോണം ഒരു ചെറു പുഞ്ചിരി അവന് ഫോണിൽ കേൾക്കാമായിരുന്നു. സത്യത്തിൽ ആ കുട്ടിയുടെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്നത് സാറിനോട് പറയാനും വിട്ടുപോയി. അപ്പോഴത്തെ സ്വയരക്ഷ കണക്കിലെടുത്ത് കൂട്ടത്തിൽ ആ കുട്ടിക്ക് നല്ല ചികിത്സ ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആ താൽക്കാലിക പേര് നൽകിയതും തൻ്റെ ഭാര്യയാക്കി അന്നേരം ചിത്രീകരിച്ചതും. ഒന്നും വേണമെന്ന് വിചാരിച്ചതല്ല. താൽക്കാലിക പേരെന്ന് വെച്ചാൽ? അയാൾ എന്താണ് മറച്ചുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നത് വെളിപ്പെടാൻ അധിക സമയം ആവശ്യമുണ്ടായിരുന്നില്ല. അതൊരു കഥയാണ് സർ. പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. പ്രണയപരാജയവും നൈരാശ്യവുമൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ സാറേ? എന്നാൽ ചിലർ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പഴയതെല്ലാം മറക്കുമായിരിക്കും. മറ്റു ചിലർ ജീവിതത്തിന്റെ ബാക്കിയുള്ള സമയം നഷ്ടപ്രണയത്തിന്റെ ഭാണ്ഡവും പേറി ജീവിക്കുന്നവരായിരിക്കും. അത്തരത്തിലൊരു ഗണത്തിൽ എന്നെയും പെടുത്താം. സാർ, എത്ര ശ്രമിച്ചിട്ടും മാഞ്ഞു പോകാത്ത ആ പേര് അറിയാതങ്ങനെ പൊട്ടിച്ചിണുങ്ങി വരും സാറേ. ഇന്നെൻ്റെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഭൂമിയുടെ ഏതോ ഒരു കോണിൽ എല്ലാം മറന്ന് അവളും ജീവിക്കുന്നുണ്ടാകും. ആ പേര് മാത്രം ഓർക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരാൾക്കൂട്ടത്തിലും ഞാൻ അന്വേഷിക്കുന്ന മുഖം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിയാം. എന്നിരുന്നാലും പടിയിറങ്ങിപ്പോയ അവളെ പ്രതീക്ഷിക്കേണ്ട സാറേ. അന്ന് അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അറിയാതെ കയറി വന്നതാണ് ആ പേര്. ഇടറിയ ശബ്ദത്തിലാണ് ആ വാക്കുകൾക്ക് വിരാമമിട്ടത്. സോറി മിസ്റ്റർ സുധീഷ്, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇത്തിരി തിരക്കുണ്ട്. താമസിയാതെ നമ്മൾ നേരിട്ട് കാണും. ഫോൺ വെച്ചതിന് ശേഷമാണ് ആ ചോദ്യം വേണ്ടായിരുന്നുവെന്ന് അവന് തോന്നിയത്. അല്പനേരത്തേക്കെങ്കിലും അദ്ദേഹത്തെ അവിശ്വസിച്ചതിൽ കുറ്റബോധം തോന്നി. ഡോക്ടർ, ഹീസ് ഇന്നസെന്റ്, വെരി ഗുഡ് പേഴ്സൺ. ശരിയാണ്, ഞാനും ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചു. മിസ്റ്റർ സേതുമാധവൻ, താങ്കളൊരു ബുദ്ധിമാനാണ്. ഞാൻ താങ്കളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. എന്ത് സമർത്ഥമായിട്ടാണ് അവരെ നിങ്ങൾ ഒഴിവാക്കിയത്. തനിക്കറിയാമായിരിക്കുമല്ലേ, ആ കുട്ടിയെക്കുറിച്ചവർ കൂടുതൽ അന്വേഷിക്കും. അത് കേസന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്നെല്ലാം. യു ആർ ബ്രില്യൻ. അതിന് മറുപടിയായി ഒരു ചെറിയ ചിരിയിൽ അവൻ ഒതുക്കി. സത്യത്തിൽ ഡോക്ടറാണ് കേസിന്റെ മുഖ്യ മാർഗദർശി. ഞങ്ങളും ഒരു പാതി പോലീസ് തന്നെയല്ലേടോ. നിങ്ങളെപ്പോലെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ട് വേണം ഓരോ രോഗികളെയും രക്ഷപ്പെടുത്താൻ. ഇതിലൊരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ശിക്ഷിക്കുന്നു, ഞങ്ങൾ രക്ഷിക്കുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം മേൽവിലാസമടങ്ങിയ ഒരു പേപ്പർ ഡോക്ടർ അവനെ ഏൽപ്പിച്ചു. അതിലെഴുതിയത് ആകാംക്ഷയോടെ വായിച്ചു അദ്ദേഹം. തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറോട് നന്ദി പറഞ്ഞ് അയാൾ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. നമ്മളിനി കണ്ടുമുട്ടുന്നത് ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുവെന്ന ഗുഡ് ന്യൂസുമായിട്ടായിരിക്കണം. തീർച്ചയായും ഡോക്ടർ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഡോക്ടറോട് യാത്ര പറഞ്ഞ് തിരിച്ചപ്പോഴും സംശയത്തിന്റെ ഒരു നീണ്ട പട്ടിക തന്നെ അവന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. മനസ്സിൽ ഉറങ്ങിക്കിടന്ന ഒരു പോലീസുകാരന്റെ വക്രബുദ്ധി അവന്റെ സിരയിലൂടെ ഒഴുകാൻ തുടങ്ങി. 4 പെൺകുട്ടികൾ, അതും മലയാളികൾ. അവർ എന്തിനു വേണ്ടിയായിരിക്കും ഇത്തരം ക്രൂരകൃത്യത്തിന് മുതിർന്നിട്ടുണ്ടാവുക? പിടിക്കപ്പെടുമെന്ന് 100% വിശ്വാസമുണ്ടായിരുന്നിട്ടും അവർ ഈ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നുണ്ടായ ഒരു പകയിൽ അവശേഷിക്കുന്നതല്ല. അതിന്റെ പിറകിൽ വ്യക്തമായ കാരണം ഉണ്ടായിരുന്നിരിക്കണം. ഡോക്ടറുടെ സംസാരത്തിൽ പലയിടത്തും ഒരു അപൂർണത സൃഷ്ടിച്ചത്
തനിക്ക് മാത്രം തോന്നിയതാകുമോ? എവിടെയോ ഒരു പൊരുത്തക്കേടുള്ളതുപോലെ തോന്നുന്നു. ചില വഴികൾ തുറന്നു കിടക്കുമ്പോൾ മറ്റു പല വഴികൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ന് തോന്നിക്കും വിധം വഴികൾ തുറന്നിട്ട് നമ്മളെ വഴിതെറ്റിക്കുകയുമാകാം. ഡോക്ടറുടെ അഭിപ്രായമനുസരിച്ച് ബാംഗ്ലൂരിലെ ആ നാലക്ഷര സ്ഥാപനത്തിലേക്ക് തിരിക്കുന്നതിന് മുൻപ് ഒരു തവണ കൂടി അവൻ ആലോചിച്ചു. അന്വേഷണം ആരംഭിക്കേണ്ടത് ബാംഗ്ലൂരിൽ നിന്നല്ല, ആരംഭം അങ്കമാലിയിൽ നിന്ന് തന്നെ ആവട്ടെ. ആളൊഴിഞ്ഞ ഒരു കവലയിൽ ജീപ്പ് നിർത്തിക്കൊണ്ട് ആ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ മനസ്സിൽ കാർമേഘക്കൂട്ടങ്ങൾ ഇരുണ്ടു മൂടിയിരുന്നു. അവളുടെ വീട്ടുകാരോട് താൻ എന്തു സമാധാനം പറയും എന്നൊരു ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഒരു ചെറിയ തോടിനരികിലായി മുള്ളുവേലി കൊണ്ട് തീർത്ത കവാടം വകഞ്ഞു മാറ്റി അകത്തേക്ക് കടന്നപ്പോൾ താൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ചിത്രമായിരുന്നില്ല അവിടെ കാണാൻ കഴിഞ്ഞത്. ഓടുമേഞ്ഞ വീട്ടിൽ അവളെക്കുറിച്ച് ആലോചിച്ച് കണ്ണുനീർ പൊഴിക്കുന്ന മൂന്ന് മനുഷ്യജീവനുകൾ. എന്തു പറഞ്ഞാണ് ഞാനവരെ സമാധാനിപ്പിക്കേണ്ടത്? അവന് ഒരുപാട് സമയം വേണ്ടി വന്നു. നാളിത്രയായിട്ടും ഒരു ഫോൺ കോളും ഇല്ലാതെ തൻ്റെ മകളെ കാത്തിരിക്കുന്നവരുടെ വായ്മൊഴിയാണ് അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. അവിടെയും രക്ഷകനായി എത്തിയത് ഡോക്ടറാണ്, ഒരു കമ്പനി മുതലാളിയുടെ രൂപത്തിൽ. അവർ ഇവർക്ക് ആശ്വാസം നൽകിയത് സ്നേഹം കൊണ്ട് മാത്രമായിരുന്നുവോ? എത്ര കണ്ട് ആലോചിച്ചിട്ടും അതിനുള്ള മറുപടി തനിക്ക് കിട്ടുന്നില്ല. ഒന്നോർക്കുമ്പോൾ അവർ ചെയ്തത് നല്ല കാര്യമാണ്. ഒരമ്മയുടെയും അച്ഛൻ്റെയും വേദന അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഒന്നും തന്നെ അവർ എന്നോട് പറയാതിരുന്നത്? മറച്ചുവെക്കാനുള്ള കാരണങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ കണ്ണാടി ചില്ലിൽ പറ്റിച്ചേർന്ന വെള്ളത്തുള്ളികൾ പോലെ ഒന്നിനോടൊന്ന് ചേർന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ മകളെ ഒരു നോക്ക് കാണുവാൻ കാത്തിരിക്കുന്ന അവരെ ആശ്വസിപ്പിക്കാനായി താൻ പറഞ്ഞ കളവുകൾ അക്കമിട്ട് നിരത്തിയപ്പോഴാണ് അവരുടെ മുഖം അല്പമെങ്കിലും ശാന്തമായത്. കാരണം കുറച്ചു നേരത്തേക്ക് ഞാൻ അവരുടെ മകനായി അവതരിക്കുകയായിരുന്നു. എല്ലാം പറഞ്ഞു തീർത്ത് തിരികെ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ തിരികെ വെച്ച നോട്ടുകൾക്ക് അവർക്ക് സ്വർണത്തിന്റെ വിലയായിരുന്നു. ആ അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് അവൻ അത് തിരിച്ചറിഞ്ഞു. മകൾ എത്രയും പെട്ടെന്ന് ലീവിന് നാട്ടിൽ തിരിച്ചു വരുമെന്ന വാക്കു കേട്ടപ്പോൾ അവരുടെ മുഖത്തെ വെളിച്ചം മുൻപെങ്ങും ഒരച്ഛൻ്റെയും മുഖത്ത് അവനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴും ശിഖ എന്ന കുട്ടിയെക്കാളും ഒരു വീടിനു വേണ്ടി കഷ്ടപ്പെടുന്ന സ്നേഹസാന്ത്വനമാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. തിരിച്ചവിടെ നിന്നിറങ്ങിയപ്പോൾ ഇനിയൊരിക്കലും അവരുടെ കണ്ണീർ ഈ ഭൂമിയിൽ പതിക്കാൻ ഇടവരുത്തരുതേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഡോക്ടർ നൽകിയ മേൽവിലാസം അനുസരിച്ച് ഓരോ വീടും കയറിയിറങ്ങിയപ്പോഴും ആ ഓടിട്ട വീട്ടിൽ കണ്ട മഹത്വമൊന്നും മറ്റൊരു വീട്ടിലും അവന് കാണാൻ സാധിച്ചില്ല. 4 വീട്ടിലെ കുട്ടികളെയും കുറിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് നല്ല മതിപ്പായിരുന്നു. അവരുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് 100 നാക്കാണ്. എല്ലായിടത്തും സന്തോഷവും സ്നേഹവും മാത്രം. അപ്പോൾ എവിടെയാണ് അവർക്ക് പിഴച്ചത്? പണമെന്ന സ്വർഗാനുഭൂതിയിൽ നീതി തുടിക്കാൻ പെൺകുട്ടികളെ പറഞ്ഞുവിടുന്ന മാതാപിതാക്കൾ അറിയുന്നുണ്ടോ തൻ്റെ മക്കൾ സത്യത്തിൽ തങ്ങൾക്കൊരു മകൾ തന്നെയായിരുന്നുവെന്ന്? ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർക്ക് വായ് തോരാതെ സംസാരിക്കാൻ തൻ്റെ മക്കളല്ലാതെ മറ്റൊരുവൾ കൂടെ ഉണ്ടായിരുന്നു. 4 വീട്ടിലെയും മക്കളുടെ പ്രിയതോഴിയും അവരുടെ കണ്ണിലുണ്ണിയായി അവർ കരുതുന്നവൾ ആരാണ്? ഇതുവരെയുള്ള കഥകളിൽ ഒരു അതിഥിവേഷം പോലും നൽകാത്തവൾ ആരാണ്? ഈ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടാത്ത ആ സുന്ദരി ആരാണ്? സ്വന്തം മകളെക്കുറിച്ച് പറയുന്നതിനേക്കാളും സ്നേഹവും വാത്സല്യവും കൈപ്പറ്റിയവർക്കെല്ലാം അവൾ ആരായിരുന്നു? 4 ആളുടെ നേതാവ്, 5-മൻ. ചോദ്യങ്ങൾ സ്വയം തന്നോട് തന്നെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും അവന് ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഏതൊരു പോലീസുകാരനെയും പോലെ അവന്റെ ചിന്തകൾ അവളിൽ മാത്രമായി കേന്ദ്രീകരിച്ചു. ഇവളാണ് താൻ അന്വേഷിക്കുന്ന അവൾ. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. എഴുതിക്കൂട്ടിയ പേപ്പറുകൾക്ക് ഘനമേറി വന്നു. കേസന്വേഷണം അന്തിമഘട്ടത്തിൽ ആയിരുന്നിട്ട് കൂടി ഒരിക്കൽ പോലും ഡോക്ടറെ കാണാനോ അവരെ വിളിച്ച് സംസാരിക്കാനോ അവൻ മുതിർന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തന്റെ മുന്നിൽ വന്ന് ഭവിക്കുകയായിരുന്നു. അടഞ്ഞുകിടന്ന എല്ലാ വാതിലുകളും തള്ളി തുറന്നുകൊണ്ട് കേസിലെ ഓരോ വക്കുമൂലയും അവൻ പകർത്തിയെടുത്തു. കയറാത്ത പടികളില്ല, മുട്ടാത്ത വാതിലുകളില്ല, അണിയാത്ത വേഷങ്ങളില്ല. എല്ലാം ആ അച്ഛൻ്റെ കണ്ണീരിനു വേണ്ടി മാത്രം. മക്കളെ സ്നേഹിക്കുന്ന ആ അച്ഛനു വേണ്ടിയെങ്കിലും തനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ. അന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് പോകാൻ നേരമാണ് നേരത്തെ എഴുതി തയ്യാറാക്കിയ പേപ്പറിന്റെ കെട്ട് അവൻ ജീപ്പിന്റെ ഡാഷ്ബോർഡിലേക്ക് എടുത്തു വെച്ചത്. ഡോക്ടറെ കാണാൻ സമയമായി, ഇനിയൊട്ടും വൈകിക്കൂടാ. അന്നേരം ആശുപത്രിയിൽ ശിഖയുടെ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഡോക്ടർ. രാവിലെ വാർഡിലെ രോഗികൾക്ക് മെഡിസിൻ കൊടുത്ത് തിരിച്ചു വന്ന നേഴ്സിനോടായി അവർ പറഞ്ഞു, ആ ശിഖ എന്ന കുട്ടിയെ ഒന്നിങ്ങോട്ട് പറഞ്ഞു വിടാമോ? നിമിഷ നേരം കൊണ്ട് അവൾ ഡോക്ടറുടെ ക്യാബിനിലെത്തി. ഡോക്ടർ വിളിച്ചായിരുന്നോ? കുട്ടിക്കിപ്പോ വല്ല അസ്വസ്ഥത തോന്നുന്നുണ്ടോ? യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ നീറ്റലുണ്ട് ഡോക്ടർ.
അതിന് ഞാനൊരു ഓയിൽമെന്റ് എഴുതുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ. അപ്പോൾ കുട്ടിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിക്കോളൂ. അവളുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും കേൾക്കാതായപ്പോഴാണ് അവർ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയത്. എന്താ കുട്ടി ഇത്? കരയാണോ? സന്തോഷിക്കല്ലേ വേണ്ടത്? ഡോക്ടർ, അവൾ മിണ്ടാതെ നിന്ന് വിതുമ്പി. ഞാനിനി എങ്ങോട്ടാ പോവാ? ഈ അവസരത്തിൽ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല. എനിക്കെന്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഒരുപാട് സ്വപ്നം കണ്ടതാ ഡോക്ടർ. കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ ജോലി ശിഖയ്ക്ക് തന്നെ കിട്ടും. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. പോകാനുള്ള പൈസയെക്കുറിച്ചാണ് വേവലാതിയെങ്കിൽ ഭയപ്പെടേണ്ട. അത് ഞാൻ തന്നേക്കാം. ഇപ്പോൾ സന്തോഷായോ? ഇനി എൻ്റെ മോളൊന്ന് ചിരിച്ചേ. അമ്മൊന്ന് കാണട്ടെ. ചിരിക്കാൻ കഴിയാതിരുന്നിട്ടും ഡോക്ടർ അമ്മയ്ക്ക് വേണ്ടി അവൾ ഉള്ളിലെ വേദന മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ചു കാണിച്ചു. അപ്പോൾ മോള് ചെല്ലൂ. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോളൂ. അമ്മ വാങ്ങിത്തന്ന പുതിയ സാരി എടുത്ത് വേണം പോകാൻ. കേട്ടല്ലോ? ശരി ഡോക്ടർ. ക്യാബിനിൽ നിന്നിറങ്ങിപ്പോയത് ശിഖയാണെന്നറിയാതെയാണ് അവൾക്ക് എതിർവശത്തുകൂടി സേതു ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറിയത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹലോ, താങ്കൾ ഈ വഴിയെല്ലാം മറന്നോ? ഇത്തിരി തിരക്കായി പോയി ഡോക്ടർ. അതുകൊണ്ടാണ് വരാൻ സാധിക്കാതിരുന്നത്. ഞാൻ വിചാരിച്ചു ആ കേസിന്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം വിട്ടുപോയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ പാതി വഴിയിൽ നിർത്തി പോകാൻ പറ്റുമോ ഡോക്ടർ? ഡോക്ടർ ആദ്യമായി ഏൽപ്പിച്ച കേസല്ലേ? അതും പറഞ്ഞുകൊണ്ട് അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. ഡോക്ടർ പറഞ്ഞത് ശരിയാ. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. പാതി വഴിയിൽ നിർത്തിയിട്ട് പോകാമെന്ന് വരെ ആലോചിച്ചതാണ്. ഓരോ പടികൾ ചവിട്ടുമ്പോഴും മുൻപിലേക്കുള്ള വഴി എനിക്ക് തുറന്നു കിടപ്പുണ്ടായിരുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു പിന്നീട് അങ്ങോട്ട്. അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തുകയും ചെയ്തു. വെരി ഗുഡ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നതല്ലേ നിങ്ങളൊരു ബ്രില്യൻ്റ് ഓഫീസറാണെന്നുള്ള കാര്യം. യു ഓൾസോ വെരി ബ്രില്യൻറ്റ്. ഡോക്ടർ പിന്നീട് വാക്കുകൾ പുനരാരംഭിച്ചത് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ്. പിന്നെ സേതുമാധവൻ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ്? ആ കുട്ടിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. വെരി ഗുഡ്. ഗോഡ് ഈസ് ഗ്രേറ്റ്. എനിക്കും ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് ഡോക്ടർ. ഈ കേസിലെ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കൺഗ്രാറ്റ്സ് സേതുമാധവൻ. അവർ എഴുന്നേറ്റ് നിന്ന് അവന് ഹസ്തദാനം നൽകി. അഭിനന്ദിക്കേണ്ടത് ഞാനല്ലേ ഡോക്ടർ? ഈ കേസിലെ പ്രധാന മാർഗദർശിയായ ഡോക്ടർ നൽകിയ തെളിവുകളില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് തെളിയിക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിയുമായിരുന്നില്ല. ആ 4 പേരെയും വെറുതെ വിട്ടുകൂടാ സേതുമാധവൻ. അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അതിന് ആ 4 പേരല്ലല്ലോ കുറ്റക്കാർ. കുറ്റം ചെയ്ത ആൾക്ക് തീർച്ചയായും ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. അത് പറയുമ്പോൾ ഡോക്ടറുടെ മുഖം വിയർക്കുന്നുണ്ടായിരുന്നു. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ പറയണമെന്ന് കരുതിയ അവർ അല്പനേരം മൗനം പാലിച്ചിരുന്നു. അല്പനേരത്തെ മൗനത്തിന് ശേഷം വിറയാർന്ന ശബ്ദത്തോടുകൂടി ചോദിച്ചു, ആരാണവൾ? പറഞ്ഞാൽ ഒരുപക്ഷെ ഡോക്ടർക്ക് അറിയാമായിരിക്കും. പേര് മാളവിക. മാളവിക കൃഷ്ണമൂർത്തി. അമ്മ സുബലക്ഷ്മി. ഡോക്ടറാണ്. അച്ഛൻ കൃഷ്ണമൂർത്തി ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ല. ഡോക്ടർ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കുട്ടിയെ പരിചയമുണ്ടോ എന്ന്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ ഞെട്ടുമെന്ന് കരുതിയ താനാണ് സത്യത്തിൽ ഞെട്ടിയത്. ആ മുഖത്ത് യാതൊരു തരത്തിലുള്ള ഭാവഭേദവുമില്ലാതെ ശാന്തമായിരിക്കുന്ന അവരെ കണ്ടപ്പോൾ തനിക്ക് തെറ്റുപറ്റിപ്പോയോ എന്നുവരെ ഒരു നിമിഷം ചിന്തിച്ചുപോയി. കൊണ്ടുപോയിക്കോളൂ. ഇനി മുതൽ അവളെന്റെ മകളല്ല. എത്ര കണ്ട് സ്നേഹിച്ചിട്ടും തിരിച്ചു നൽകാത്ത മകളുടെ സ്നേഹം ഇനിയും എനിക്ക് ആവശ്യമില്ല. എന്നെ അമ്മ എന്ന് വിളിക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ ആ മുറിയിൽ ഒരാളുണ്ട്. കുറച്ചു ദിവസത്തിനുള്ളിൽ സ്നേഹം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച, എന്നിലൊരു തിരിച്ചറിവുണ്ടാക്കിയ അവളാണ് ഇനി മുതൽ എൻ്റെ മകൾ. എടുത്തടിച്ചതുപോലുള്ള അവരുടെ പ്രതികരണം കണ്ട് അവൻ തരിച്ചിരുന്നു പോയി. ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം. സ്വന്തം മകളാണ് കുറ്റക്കാരിയെന്നറിയുമ്പോഴുള്ള നിസ്സഹായാവസ്ഥ, ആ സ്വാർത്ഥത ഏതൊരമ്മയും ചെയ്തതേ ഞാനും ചെയ്തുള്ളൂ. ഞാനൊരമ്മയായി പോയില്ലേ സർ. സമൂഹത്തിലെ എൻ്റെ വില, ഞാൻ കെട്ടിപ്പൊക്കിയ അന്തസ് എല്ലാം ഒരു നിമിഷം ചോർന്നൊലിച്ചു പോകുമെന്ന് കരുതിയപ്പോൾ ഞാനങ്ങനെ ചെയ്തു പോയി. മാപ്പ് അർഹിക്കുന്നില്ല എന്നറിയാം. എന്നിരുന്നാലും നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമാണ്. ശിഖ, അവൾ ഒരിക്കലും അറിയാൻ ഇടവരരുത് എൻ്റെ മകളാണ് അവളുടെ ജീവിതം നശിപ്പിച്ചതെന്ന്. അവസാന സമയത്തെങ്കിലും ഒരു മകളുടെ സ്നേഹം ഞാൻ അനുഭവിച്ചോട്ടെ സാർ. ഒരപേക്ഷയാണ്, അവർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞവസാനിപ്പിച്ചു. ഡോക്ടർ, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെയും പ്രതിപട്ടികയിൽ ചേർക്കാമായിരുന്നു. എന്നാൽ മനഃപൂർവ്വമാണ് ഞാനതൊഴിവാക്കിയത്. സത്യത്തിൽ നിങ്ങൾ തെറ്റുകാരിയല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മകൾ തെറ്റുകളിലേക്ക് നിങ്ങളെ വലിച്ചിഴക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞല്ലോ, പേര്, പ്രശസ്തി, പണം. അതിനിടയിൽ കാണാതെ പോയ ഒന്നുണ്ട്.
സ്വന്തം മകൾ. ഓരോ മാതാപിതാക്കൾക്കും തൻ്റെ മക്കളുടെ ജീവിതം താൻ പ്രതീക്ഷിക്കുന്ന തരത്തിലാവണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. എന്നാൽ തൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. കാര്യങ്ങളെ അതിൻ്റെ അങ്ങേയറ്റം നല്ലതും ചീത്തതുമായി മാത്രം കാണുകയും എന്നാൽ അതിനുപുറം നല്ല കാര്യങ്ങളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയുന്നവരുമായിരിക്കണം യഥാർത്ഥ മാതാപിതാക്കൾ. ഇത്തരം സ്വഭാവ സവിശേഷതകൾ തൻ്റെ മകളുടെ ഭാഗത്ത് കാണുമ്പോൾ തീർച്ചയായും ഡോക്ടർ അന്നേരം തന്നെ പ്രതിഷേധിക്കേണ്ടതായിരുന്നു. സ്നേഹം ആഗ്രഹിക്കുന്നതിനോടൊപ്പം അത് തിരിച്ചു നൽകാനും കഴിയണം. എന്നാലേ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കൂ. അത് ഞാൻ അറിഞ്ഞത് ഷിഗയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ്. ഒരു മകൾ മാതാപിതാക്കൾക്ക് എങ്ങനെയായിരിക്കണമെന്നും മാതാപിതാക്കൾക്ക് മക്കൾ എങ്ങനെയാകണമെന്നും അവരാണ് എന്നെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടരാം. ഈ നാടിനു വേണ്ടിയും ഒരുപാട് ശിഖമാരെ ഇനിയും സുഖപ്പെടുത്തുന്നതിനു വേണ്ടിയും ഞാനിതാ നിങ്ങളെ വെറുതെ വിടുന്നു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീരുമായി കൈകൾ കൂപ്പി നിൽക്കുന്ന ഡോക്ടറുടെ മുഖം കണ്ടുകൊണ്ടാണ് അവൻ ആ മുറി വിട്ടിറങ്ങിയത്. ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായാണ് തൊട്ടടുത്ത സീറ്റിൽ വെച്ചിരുന്ന മൊബൈൽ ബഹളം വെച്ചത്. ഇടത് കൈകൊണ്ട് അയാൾ എടുത്തു നോക്കി. കൊച്ചുറാണിയാണല്ലോ. പതിവായി കേൾക്കാറുള്ള ആ നീട്ടിയ വിളി. സാറേ. എന്താ കൊച്ചുറാണി, പറയൂ. സർ, കുട്ടിയെ അറസ്റ്റ് ചെയ്തുട്ടോ. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. പിന്നെ ഇത്തിരി ബലപ്രയോഗം വേണ്ടി വന്നു. കൂടാതെ അവരുടെ മുറിയിൽ നിന്ന് വില കൂടിയ കുറച്ച് മയക്കുമരുന്നുകൾ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷനും വെള്ള നിറത്തിലുള്ള ചെറിയ പൊടി പാക്കറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. ആ തിരക്കിനിടയിൽ ആ കുട്ടി ആരൊക്കെയോ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫോണ് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സർ. വെരി ഗുഡ്, ഗ്രേറ്റ് ജോബ്. ഫോർമാറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണ്ടതുപോലെ ചെയ്യൂ. ഞാൻ 2-3 ദിവസം അവധിയിലാണ്. സാർ, എന്തു പറ്റിയതാ? ഒന്നുമില്ല, ചുമ്മാ ഒരു മൂഡ് ഓഫ്. മനസ്സിലായി. സാറ് കേസ് കണ്ടുപിടിച്ചതിന്റെ സന്തോഷം കൂട്ടുകാരായി പങ്കിടുന്നതിനായിരിക്കും ഈ അവധിയെടുക്കൽ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോ നോ. അപ്പോൾ ഓക്കെ കൊച്ചുറാണി, എല്ലാം പറഞ്ഞ പോലെ ബായ്. ഫോണിൽ കുറുകാൻ തുടങ്ങിയ കൊച്ചുറാണിയെ അവൻ മനഃപൂർവ്വം ഒഴിവാക്കി. കൊച്ചുറാണിയോട് ചിരിച്ചും കളിച്ചും സംസാരിച്ചുവെങ്കിലും മനസ്സിൽ വല്ലാത്ത കുറ്റബോധം അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഡോക്ടർ നല്ലൊരു സ്ത്രീയാണ്. ഞാനെന്തെങ്കിലും അനാവശ്യമായി അവരോട് പെരുമാറിയോ? അങ്ങനെയൊന്നും അവരോട് പറയേണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. അവരുടെ മനസ്സ് ഒത്തിരി വിഷമിച്ചു കാണും. നിറഞ്ഞ കണ്ണുമായി കൈകൾ കൂപ്പി നിൽക്കുന്ന ചിത്രം മനസ്സിൽ നിന്ന് മായുന്നില്ല. നേരെ വീട്ടിൽ ചെന്ന് വസ്ത്രം മാറി കുറച്ചുനേരം തനിയെയിരുന്നു. വീണ്ടും അതേപ്പറ്റി ആലോചിച്ചു. അവനിൽ നിന്ന് കുറ്റബോധം വിട്ടകലുന്നില്ല. എന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെ അവന് തോന്നി. നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് നടന്നു. ഓണത്തിനും വിഷുവിനും മാത്രം തുറക്കാറുള്ള അലമാരയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. ഇതെന്റെ വിജയമല്ല. കഷ്ടപ്പെട്ട് നേടി ജയിച്ചതല്ല. ഡോക്ടർ എന്നെ ജയിപ്പിക്കുകയായിരുന്നു. പിച്ചയായി കിട്ടിയ ഒരു ജയം. അവന്റെ മനസ്സിൽ കുറ്റബോധം തളം കെട്ടി നിന്നു. ഔദാര്യമായി കിട്ടിയ വിജയത്തിനോട് അഹങ്കരിക്കാൻ പാടില്ല എന്ന് അച്ഛൻ്റെ വാക്കുകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വില കൂടിയ മദ്യക്കുപ്പി ഒന്നെടുത്ത് തെളിഞ്ഞ ഗ്ലാസ്സിലേക്ക് അവൻ പകർന്നു. വേദനകൾ അകറ്റുവാൻ വേണ്ടി മദ്യം ചുണ്ടോടടുപ്പിച്ചു. വില കൂടിയ മദ്യമായിരുന്നിട്ടും വല്ലാത്തൊരു ചവർപ്പ് അവൻ അനുഭവപ്പെട്ടു. അപ്പോഴും ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ. അവർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? അവർക്ക് വേണമെങ്കിൽ ഈ കഥകൾ തന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാമായിരുന്നു. ആ കുട്ടിക്ക് പരാതിയില്ലാന്ന് പറയുകയാണെങ്കിൽ ഞാനെങ്ങനെ കേസ് തെളിയിക്കും? സ്വന്തം മകൾ ആണെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം ഈ കളിപ്പാട്ടത്തിനെ തൻ്റെ മുന്നിലേക്ക് വലിച്ചെറിയുകയായിരുന്നില്ലേ? ഡോക്ടർ, നിങ്ങളാണ് യഥാർത്ഥ അമ്മ. നിങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റുകയില്ല. ഭാഗ്യമില്ലാത്ത മകൾ. അമ്മയുടെ സ്നേഹം അനുഭവിക്കാനും വേണം ഒരു യോഗം. ഗ്ലാസ്സിലെ അവസാന തുള്ളിയും വായിലേക്കൊഴിച്ച് അവൻ തല ഉയർത്തി ചുവരിലേക്ക് നോക്കി. തിളങ്ങുന്ന തുളസിമാലയുടെ നടുക്കായി മിന്നുന്ന വെളിച്ചത്തിൽ അമ്മയുടെ ചിരിച്ച മുഖം. എന്തിനാണമ്മേ എന്നെ തനിച്ചാക്കി പോയത്? മറ്റുള്ളവർ മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അമ്മയോട് എനിക്ക് ദേഷ്യം തോന്നൂട്ടാ. കണ്ണിൽ നിന്നും പൊടിഞ്ഞ കണ്ണുനീർ അവൻ പുറം കൈകൊണ്ട് തുടച്ചു. അമ്മ കളിയാക്കുകയല്ലേ? പോലീസുകാരൻ കരയുന്നത് കണ്ട് ചിരിക്കുകയാണല്ലേ? ചിരിച്ചോളൂ ചിരിച്ചോളൂ. എൻ്റെ വിഷമം അമ്മ അറിയുന്നില്ലല്ലോ. എത്ര വലിയ പോലീസുകാരനായിരുന്നാലും ഞാൻ അമ്മയുടെ മകനായതിനു ശേഷമല്ലേ പോലീസായത്. ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് അവൻ കട്ടിലേക്ക് പതിയെ ചാഞ്ഞു. മദ്യത്തിന്റെ ലഹരിയിൽ അവൻ ചെറുതായി മയക്കത്തിലേക്ക് വീണു. മൊബൈലിലെ ശബ്ദം കേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത്. തെളിച്ചമില്ലാത്ത കണ്ണുകളിലൂടെ സ്ക്രീനിലെ പേര് വായിച്ചു. ഡോക്ടർ. അവൻ കോൾ ഓൺ ചെയ്ത ശേഷം എഴുന്നേറ്റു. അപ്പോഴും മറുതലയ്ക്കൽ ഹലോ ശബ്ദം കേൾക്കാമായിരുന്നു. അവൻ എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് നടന്നു. പറയൂ ഡോക്ടർ. മോനെ സേതു. അത് കേട്ടതും അവന്റെ ശരീരത്തിലൂടെ എന്തോ ഒന്ന് മിന്നിമറയുന്നത് പോലെ തോന്നി. തന്റെ മൗനത്തെ കീറിമുറിച്ചുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി.
എൻ്റെ മകൾ. എനിക്കവളെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഞാൻ സ്വപ്നങ്ങളിൽ നിന്ന് ഉണർന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട ഡോക്ടർ. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിങ്ങളവരെ കാണണ്ട. സമൂഹം നിങ്ങളെ കളിയാക്കും. ഒരമ്മയുടെ വേദന എനിക്ക് മനസ്സിലാകും. ചില സമയങ്ങളിൽ ഞാനും ഡോക്ടറെ ഒരമ്മയുടെ സ്ഥാനത്ത് കണ്ടുപോയി. എല്ലാം ഒന്ന് ശാന്തമാകട്ടെ ഡോക്ടർ. നമുക്ക് സാവധാനം പോയി കാണാം. പിന്നെ സേതു, ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ഡോക്ടർ? മോന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ശിഖയെ ബാംഗ്ലൂർ വരെ കൊണ്ടുവിടാമോ? തനിച്ച് വിടാൻ ഭയമായതുകൊണ്ടാണ്. ഡോക്ടർ, ഒഴിവൊന്നും പറയരുത്. മോനെ പോലെ വിശ്വസ്തനായ ഒരുവന്റെ കൂടെ പറഞ്ഞയക്കുമ്പോൾ പിന്നെയൊന്നും പേടിക്കാനില്ലല്ലോ. ഇന്ന് വേണമെന്നില്ല. ഇന്നവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ. നാളെ സൺഡേ. തിങ്കളാഴ്ച അവൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ തിരിച്ചു വിളിക്കാം ഡോക്ടർ. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ബാംഗ്ലൂർ. ബാംഗ്ലൂർ എന്നൊരുവിട്ടുകൊണ്ട് ഉമ്മറത്ത് കിടന്ന ചാരുകസേരയിലേക്ക് അവൻ ചാരിയിരുന്നു. മനസ്സിൽ മായാതെ കിടക്കുന്ന ബാംഗ്ലൂരിൽ ഓരോ നിമിഷങ്ങൾ. വിരസമായ ചിന്തകൾ മനസ്സിനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ എഴുന്നേറ്റുപോയി എഴുതിക്കൂട്ടിയ പേപ്പറുകൾ ഓരോന്നായി മറിച്ചു നോക്കി. ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കി. ഡോക്ടറുടെ പേര് ഇതിൽ എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ എന്ന്. അവനത് വായിച്ചു തുടങ്ങി. അന്ന് 2014 ഏപ്രിൽ ഒരു തിങ്കളാഴ്ച രാത്രി 2 മണിക്ക് ശിഖ എന്ന വിദ്യാർത്ഥിയുടെ പൈശാചികമായ പീഡനത്തിന് പിറകിൽ നടന്ന ക്രൂരകൃത്യങ്ങൾ അനുബന്ധിച്ച് തയ്യാറാക്കിയ കുറ്റപത്രം. ഒറ്റനോട്ടത്തിൽ അവൻ അതിലെഴുതിയത് ഒന്നൊന്നായി താഴോട്ട് വായിച്ചുകൊണ്ടിരുന്നു. രാത്രി 2:30 ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ ഇക്കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡോക്ടറുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രോഗിയോടൊപ്പം വന്ന ചെറുപ്പക്കാരനെ അന്നേരം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർ അന്വേഷണത്തിൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് തെളിയുകയും ചെയ്തു. അവൻ ചെയ്തത് ഇത്രമാത്രം. രാത്രിയിൽ വഴിയോരത്ത് നടന്ന ഒരു സംഭവം ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ആ കുട്ടിയുടെ ജീവന് സഹായകമായി കൂടെ നിൽക്കുകയും ചെയ്തു. ആ യുവാവിൻ്റെ പേര് സുധീഷ്. പേരും മേൽവിലാസവും തീർച്ചപ്പെടുത്തി. അതിനുശേഷം അവൻ ചെയ്ത കർമ്മത്തിന് പ്രശംസിച്ചുകൊണ്ടാണ് പോലീസ് അവരെ മടക്കി അയച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ രോഗി അതീവ ഗുരുതരാവസ്ഥയിലായതുകൊണ്ടും മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടും വ്യക്തമായ ഒരു മൊഴിയെടുക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞില്ല. എന്നിരുന്നാലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീയാണ് ചെയ്തതെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി ഡോക്ടറോട് അന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ആ വിവരങ്ങൾ സ്ഥലത്തെ SI ആയിരുന്ന മിസ്റ്റർ സേതുമാധവനെ നേരിട്ട് അറിയിക്കുകയാണ് ഉണ്ടായത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ഒരു നിരീക്ഷണത്തിലൂടെയാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർ നൽകിയ 4 കുട്ടികളുടെ പേര് സ്റ്റെഫി, നയന, അളകനന്ദ, മെർലിൻ എന്നിവരുടെ വീടുകളിൽ പോയി രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിലും അവരുടെ വീട്ടുകാരുടെ മൊഴിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള അസാധാരണമായ സംഭവങ്ങൾ ഒന്നും പകർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. മൊഴികൾ ഏകദേശം ഒരേ തരത്തിലായതുകൊണ്ട് കേസിനാസ്പദമായ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അവരുടെയെല്ലാം മൊഴികളിൽ പൊതുവായ ഒരു പേര് കേസിന്റെ സുപ്രധാനമായ വഴിത്തിരിവിലേക്ക് പോലീസിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും പീഡനത്തിനിരയായ കുട്ടിയിൽ നിന്ന് പോലും ലഭിക്കാതിരുന്ന ഒരു കഥാപാത്രം പിന്നീട് പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ ആ കുട്ടിയിലേക്ക് മാത്രമായി ഒതുങ്ങി. ബാംഗ്ലൂർ, അതായിരുന്നു അവരുടെ താവളം. പൈസ ചെലവിടാൻ അവർ തിരഞ്ഞെടുത്ത പഠന മേഖലയായിരുന്നു ഫാഷൻ ഡിസൈനിങ്. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നതുമായ വിദ്യാർത്ഥികൾ എളുപ്പം തിരഞ്ഞെടുക്കുന്ന ഒരു പഠന വിഷയം. പിന്നീടുള്ള കേസന്വേഷണം ബാംഗ്ലൂർ മാത്രമായി ഒതുങ്ങി. ബാംഗ്ലൂരിലെ ഈ 4 പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലാണ് പരാതിക്കാരിയുടെയും വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരുന്നത്. സാധാരണയായി കോളേജുകളിൽ നടക്കാറുള്ള റാഗിംഗ് തുടക്കത്തിലെ തന്നെ നടന്നുവെങ്കിലും സുന്ദരിയും നാട്ടിൻപുറത്തുകാരിയുമായ ശിഖ എന്ന പെൺകുട്ടിയുടെ മേൽ അവരുടെ കണ്ണുകൾ എപ്പോഴും വലയം വെച്ചുകൊണ്ടിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അതിനവർ മുതിർന്നു. ഒരു രസം, അവളുടെ കണ്ണുനീരിൽ അവർ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഹോസ്റ്റലിലെ ശല്യം സഹിക്കാതെ വയ്യാതായപ്പോൾ 1-2 തവണ അവൾ പ്രിൻസിപ്പാളിനോട് പരാതി നൽകിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. അതവർക്ക് ശിഖയുടെ മേലുണ്ടായ ദേഷ്യത്തിന്റെ അളവ് കൂട്ടാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. അപ്പോഴാണ് കൂടെ പഠിക്കുന്ന മറ്റു കൂട്ടുകാരികളുടെ സഹായത്താൽ ഒരു പേയിങ് ഗസ്റ്റായി ഒരു വീട്ടിലേക്ക് താമസം മാറ്റാൻ അവൾ തീരുമാനിച്ചത്. ഒരു വൃദ്ധയും പ്രായമായ സ്ത്രീയും മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞുവെന്ന് കരുതി സന്തോഷത്തോടെ നാളുകൾ തള്ളി നീക്കുമ്പോഴായിരുന്നു വീണ്ടും അവരുടെ അതിക്രമം അരങ്ങേറാൻ തുടങ്ങിയത്. പ്രതികാരത്തിന് തയ്യാറായ ആ 4 പേർ വളരെ വേഗത്തിൽ അവളുടെ താമസസ്ഥലം കണ്ടുപിടിച്ചു. എന്നാൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ
കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമെന്ന കാരണത്താലാണ് അവർ അവരുടെ നേതാവും പ്രിയ കൂട്ടുകാരിയുമായ മാളവിക കൃഷ്ണമൂർത്തിയുടെ സഹായം തേടിയത്. മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും അടിമയായ മാളവിക ഒരു സ്വവർഗാനുരാഗി കൂടിയായിരുന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ടവരായതുകൊണ്ട് ആ കൂട്ടുകെട്ടിന് ഒരു പ്രത്യേക ശക്തിയായിരുന്നു. ഇവർ പറഞ്ഞാൽ ഒഴിച്ചുകൂടാത്ത ഒരു ബന്ധമായിരുന്നു അവർ തമ്മിൽ. ആവശ്യത്തിന് പണവും സുന്ദരികളായ കൂട്ടുകാരും നഗരത്തിലെ കറങ്ങി നടക്കലും അവധി ദിവസങ്ങളിൽ ഈ നാലുപേരുടെ വീട്ടിൽ സന്ദർശനം എല്ലാം കൊണ്ടും മാളവിക സംതൃപ്തയായിരുന്നു. ആ ഒറ്റ കാരണം മുതലെടുത്താണ് ഈ നാലുപേർ തങ്ങളുടെ ആവശ്യം മാളവികയെ അറിയിച്ചത്. ആ സുന്ദരിയെ അവർ മാളവികയ്ക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന വികാരങ്ങൾ അണപൊട്ടി ഒഴുകുകയായിരുന്നു. ഒരേ ഒരു തവണ അവളുടെ നഗ്നചിത്രങ്ങൾ തങ്ങൾക്ക് ലഭിച്ചാൽ മതി, ബാക്കി ഞങ്ങളേറ്റു എന്നുള്ള ഉറപ്പിന്മേൽ മാളവികയെ ഈ ദൗത്യത്തിനായി അവർ ചുമതലപ്പെടുത്തി. എന്നാൽ മാളവിക ബുദ്ധിശാലിയായിരുന്നു. എടുത്തുചാടി ഒന്നും ചെയ്യാതെ പതിയെ പതിയെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയായിരുന്നു. അവളോട് ഒരു പ്രത്യേക താല്പര്യം മാളവികയ്ക്കുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യം അവളെ മത്തുപിടിപ്പിച്ചു. മറ്റുള്ളവരെ പോലെ ശിഖയോട് ഇവൾക്ക് പ്രതികാരമല്ലായിരുന്നു, പകരം പ്രണയമായിരുന്നു. ഒരാണിന് പെൺകുട്ടിയോട് തോന്നുന്നതിനേക്കാളും പതിന്മടങ്ങ് പ്രണയം. അതിനുവേണ്ടി അവൾ ആദ്യം ചെയ്തത് ശിഖ താമസിക്കുന്ന വീടിന്റെ താഴെ ഭാഗത്ത് ഒരു പേയിങ് ഗസ്റ്റായി രംഗപ്രവേശനം ചെയ്തുകൊണ്ടായിരുന്നു. അവിടെ താമസമാകിയ അവൾ പതിയെ മുകളിലുള്ള വീട്ടുകാരുമായും നല്ല ബന്ധം സ്ഥാപിച്ചു. അവളോട് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും പതിയെ അവളുടെ ചങ്ങാത്തം പിടിച്ചുപറ്റി ഒരു നല്ല കൂട്ടുകാരിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ശിഖ. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല മാളവികയുടെ മനസ്സിലെ ദുഷിച്ച സ്വഭാവവും ചീത്ത കൂട്ടുകെട്ടുകളും. ഒരിക്കൽ മയക്കുമരുന്നിന് അടിമയായ അവൾ ലഹരിയിൽ മതിമറന്നു പോയതിനെ തുടർന്ന് ശിഖയെ തന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി. ഉള്ളിൽ കുത്തിയിറക്കിയ മയക്കുമരുന്നിൽ സ്വബോധം നഷ്ടപ്പെട്ട അവളിൽ തന്റെ വികാരം തലപൊക്കാൻ തുടങ്ങി. അവൾ പതിവിലും വിപരീതമായി പെരുമാറാൻ തുടങ്ങി. തന്റെ വസ്ത്രങ്ങൾ നീക്കം ചെയ്തു. ഒരു ഭ്രാന്തിയെപ്പോലെ അവളുടെ അടുത്തേക്ക് അടുത്തു. കുതറിയോടിയ ശിഖ തന്റെ വാടക വീട്ടുകാരോട് കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. പലരോടും പരാതിപ്പെട്ടെങ്കിലും നഗരത്തിലെ പെൺകുട്ടികളുടെ ഒരു വിനോദമായി, ഒരു സാധാരണ സംഭവമായി കണക്കിലെടുത്ത് അവർ തള്ളിക്കളയുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് അവളെ ഒഴിവാക്കിയ സംഭവം ഈ നാലു പേരെക്കാളും മാനസികമായി മാളവികയുടെ മനസ്സിൽ ഒരു മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പാവം ശിഖ അറിഞ്ഞിരുന്നില്ല ഈ നാലുപേരുടെ നേതാവാണ് മാളവിക എന്നുള്ള കാര്യം. ശിഖയുടെ മനസ്സിൽ ഈ നാലുപേരുടെ ചിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവളുടെ മനസ്സിൽ ചീത്ത കൂട്ടുകാരി മാത്രമായിരുന്നു മാളവിക. ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരുന്നുവെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് ആ പ്രതികാരം പതിയെ പതിയെ കെട്ടടങ്ങിയിരുന്നു. ആ നാലുപേരുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോയിരുന്നുവെങ്കിലും മാളവികയുടെ മനസ്സിൽ അതിന് ശക്തിയേറി വന്നു. പഠിപ്പെല്ലാം കഴിഞ്ഞതിനു ശേഷം എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞെങ്കിലും അവർ ഇടവേളകളിൽ സന്ധിക്കാറുണ്ടായിരുന്നു. തന്റെ വീട്ടിലെ കഷ്ടതകൾ കണക്കിലെടുത്ത് ശിഖ ഓരോരോ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ബാംഗ്ലൂരിലെ ആ എക്സ്പോർട്ട് കമ്പനിയിൽ ജോലി ലഭിക്കാൻ സാഹചര്യമുണ്ടായത്. ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അവൾക്കും അവളുടെ കുടുംബത്തിനും. കേസിന് ആധാരമായ ആ സംഭവം നടക്കുന്നത് അന്നായിരുന്നു. എന്തോ ചില കാരണങ്ങളാൽ വാഹന പണിമുടക്കുള്ള കാര്യം ശിഖ മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. ചില ദീർഘദൂര സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ വന്ന കൂട്ടുകാരികൾ എല്ലാം ആഘോഷിച്ച് തിരിച്ചു പോകുന്ന വേളയിലാണ് കാർ ഓടിച്ചിരുന്ന നയന വഴിയിൽ ബസ് കാത്തു നിൽക്കുന്ന ശിഖയെ കണ്ടത്. കൂട്ടത്തിൽ അളകനന്ദയാണ് പറഞ്ഞത്, പാവം ബസ് കാത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂരിലേക്കാണെങ്കിൽ നമുക്കൊപ്പം കൂട്ടാമല്ലേ? വേണ്ട, അവൾക്ക് നമ്മോട് ദേഷ്യം കാണുമായിരിക്കും എന്ന ഒറ്റ കാരണത്താൽ വേണ്ട എന്ന് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പറഞ്ഞപ്പോൾ മാളവികയാണ് അവളെ വിളിക്കൂ എന്ന് വാശി പിടിച്ചത്. നയന പോയി ശിഖയെ വിളിച്ചപ്പോഴും ആദ്യം അവൾ ഒന്ന് എതിർത്തെങ്കിലും പഴയതെല്ലാം ഞങ്ങൾ മറന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ വണ്ടിയിലേക്ക് ആനയിച്ചത്. രാത്രി ആയതുകൊണ്ടും ബസ്സൊന്നും കാണാതിരുന്നതുകൊണ്ടും പിറ്റേന്ന് ജോലിയിൽ ഹാജരാകേണ്ടതുകൊണ്ടും പഴയ കൂട്ടുകാരികൾ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് വണ്ടിയുടെ നടുവിലത്തെ സീറ്റിലേക്ക് കയറിയിരുന്നു. യാത്രയിൽ കോളേജിലെ പഴയ കഥകൾ പറഞ്ഞ് ചിരിച്ചു കളിച്ച് യാത്ര ചെയ്യുകയായിരുന്ന അവർ വഴിയരികിൽ പലയിടത്തും സമരാനുകൂലികൾ വഴി തടയുന്നത് കണ്ടുകൊണ്ടാണ് ഈ ഇടവഴിയിലേക്ക് വണ്ടി തിരിച്ചത്. വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴും പിൻസീറ്റിൽ മാളവിക ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന വിവരം ശിഖ അറിഞ്ഞിരുന്നില്ല. അളകനന്ദയും ശിഖയും കൂടി ഭക്ഷണം വാങ്ങാൻ കടയിൽ പോയപ്പോൾ മെർലിൻ അവളെ തട്ടി ഉണർത്തി. ഭക്ഷണം വേണ്ടേ എന്ന ചോദ്യത്തിന് ഉത്തരമായി അവൾ ചോദിച്ചത് ശിഖ എവിടെ എന്നായിരുന്നു. അന്നേരം മാളവിക അവരോട് അപേക്ഷിക്കുകയായിരുന്നു, ദൈവം തന്നതാടി ഈയൊരു മുഹൂർത്തം. നീ ആളൊഴിഞ്ഞെവിടെയെങ്കിലും വണ്ടിയൊന്നൊതുക്ക്, ഒരുപാട് കാലത്തെ ആശയാണ്. അത് കേട്ടവർ ചിരിച്ചുകൊണ്ട് തലയാട്ടുകയായിരുന്നു. രാത്രിയിലെ കുളിരും കൂട്ടത്തിൽ മണപ്പിക്കാൻ മരുന്നും
ശിഖയുടെ പപ്പും തോലും ഇന്നവൾ പറിക്കുമെന്നാ തോന്നുന്നത്. ഭക്ഷണം കഴിച്ചതിന്റെ മയക്കം. നയനയും മാളവികയും ഒഴിച്ച് എല്ലാവരും മയക്കത്തിലേക്ക് വീണിരുന്നു. ആളൊഴിഞ്ഞ ഒരിടത്ത് വണ്ടി ഒതുക്കി അതേ സമയത്ത് തന്നെ കയ്യിലിരുന്ന ബോട്ടിൽ കൊണ്ട് മാളവിക ശിഖയുടെ തല കടിച്ചിരുന്നു. ചെറുതായി അവൾ ശബ്ദിച്ചുവെങ്കിലും ഉറക്കത്തിൽ നിന്നുണരുന്നതിനാവശ്യമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നില്ല. കാറിന്റെ ഓരത്തിരുന്ന ശിഖയെയും താങ്ങി മാളവിക ഇരുട്ടിലേക്ക് മറഞ്ഞപ്പോൾ നയന ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഫോൺ വീണ്ടും റിങ് ചെയ്തത്. വായിച്ചു തുടങ്ങിയ ഭാഗം മടക്കി വെച്ച് അദ്ദേഹം ഫോൺ എടുത്തു നോക്കി. കൊച്ചുറാണിയാണല്ലോ. സാർ, പത്രക്കാർ വന്നിരുന്നു. വിശദാംശങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയി. കൊച്ചുറാണി, ഞാൻ പറഞ്ഞിരുന്നതല്ലേ കാര്യങ്ങൾ ആരോടും വെളിപ്പെടുത്തേണ്ടതില്ല എന്ന്. സാർ, സെൻസേഷനുള്ള ന്യൂസാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സാറിന്റെ പേര് നാലാൾ അറിയാൻ വേണ്ടിയാ സാർ. കുട്ടിയുടെ മാതാപിതാക്കളെക്കുറിച്ച് വല്ലതും ചോദിച്ചോ? വേറെ ഒന്നും ചോദിച്ചില്ല സാർ. ഞാനായിട്ട് ഒന്നും പറഞ്ഞില്ല. അവരെല്ലാം അറിഞ്ഞിരുന്നുവെന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത്. അവർ വീട്ടിൽ വന്നിരുന്നില്ല. സ്റ്റേഷൻ വന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. കൊച്ചുറാണി, അതെല്ലാം അവരുടെ അടവല്ലേ? നമ്മുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഓരോ കളികളാണ് ഇതെല്ലാം. അന്വേഷിച്ചത് സാറാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞു കേട്ടോ. വലിയ കാര്യമായി പോയി. അതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ശരി ശരി, ഞാൻ കുറച്ച് തിരക്കിലാണ്. ബായ്. കൊച്ചുറാണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ ഫോൺ വെച്ചു. പെട്ടെന്നുള്ള ആ ഫോൺ വിളി അവന്റെ ചിന്തകളെ തടസ്സപ്പെടുത്തി. അസ്വസ്ഥമായ ആ നിമിഷങ്ങളിൽ ആരോടും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. മനസ്സിൽ വേവലാതി വിട്ടുപോയിരുന്നില്ല. പത്രക്കാരെല്ലാം ഡോക്ടറെക്കുറിച്ച് എന്താണ് എഴുതിപ്പിടിപ്പിക്കുക എന്നറിയില്ലല്ലോ. ആരും അറിയില്ല എന്നവർക്ക് വാക്ക് കൊടുത്തിട്ടിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ എല്ലാം വിളമ്പിയിരിക്കുന്നു. നാളെ ഡോക്ടറുടെ മുഖത്ത് താൻ എങ്ങനെ നോക്കും? അവൻ വീണ്ടും ഇരുന്നു. വായിച്ചു നിർത്തിയതിൽ നിന്നവൻ വീണ്ടും തുടർന്നു. അന്ധകാരം നിറഞ്ഞു നിന്ന വാക്കുകൾ വായിക്കും തോറും സ്ത്രീകളോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി തുടങ്ങുന്നു. ഇവളൊരു സ്ത്രീയാണോ? മറ്റൊരു സ്ത്രീയുടെ ജനേന്ദ്രിയം കടിച്ചു മുറിക്കാൻ പാകത്തിന് അവളെ അത്രമാത്രം ലഹരി വിഴുങ്ങിയിരുന്നുവോ? അവൻ ഭയചിത്തനായി. വീണ്ടും വായന തുടർന്നു. കൈകളിൽ പറ്റിയ രക്തം കഴുകുവാനായി ഡോറിന്റെ സൈഡിലുള്ള വെള്ളക്കുപ്പി എടുത്തപ്പോഴാണ് നയന കണ്ണു തുറന്ന് മാളവികയെ നോക്കിയത്. ഒന്ന് കുളിക്കായിരുന്നു അല്ലേ? നന്നായി വിയർത്തിട്ടുണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും പറഞ്ഞതുമില്ല. എവിടെ നിന്റെ കാമുകി എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ നയനയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ച് കാറിൽ ചെന്നിരുന്ന് കതകടച്ചു. സത്യത്തിൽ നയന കരുതിയത് ശിഖയും കയറി കാണുമെന്നാണ്. യാത്രയിലുടനീളം നിശബ്ദതയും അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ പെയ്ത മഴയിൽ അവരെല്ലാവരും നിദ്രയോട് അലിഞ്ഞു ചേർന്നു, നയനയൊഴികെ. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ ഉറക്കം അവളെ പതിയെ മാടി വിളിച്ചു തുടങ്ങിയിരുന്നു. ആരെങ്കിലും ഒന്ന് മാറിയെടുക്കാമോ? എനിക്ക് ഉറക്കം വരുന്നടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കാർ ഒരു ഓരം ചേർത്ത് നിർത്തിയത്. തൊട്ടടുത്തിരുന്ന അളകനന്ദയും നല്ല ഉറക്കത്തിലായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ നയന പുറകിലത്തെ ഡോർ തുറന്നു നോക്കിയപ്പോൾ സ്റ്റെഫിയും മെർലിനും മാത്രം. ശിഖ എവിടെ? അവൾ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി. കാറിൽ ശിഖയില്ലായിരുന്നു. അവൾ വെപ്രാളത്തോടു കൂടി മാളവികയെ വിളിച്ചുണർത്തി. കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും മുഖത്ത് സങ്കടഭാവം വരുത്തിക്കൊണ്ട് ആരെയും ഉണർത്താതെ പിൻവശത്തെ ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് വന്നു. നടന്ന കാര്യങ്ങളെല്ലാം നയനയ്ക്ക് വ്യക്തമാക്കി കൊടുത്തു. പറഞ്ഞതൊന്നും പൂർണ്ണമായി നയന വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് അവളുടെ മുഖത്ത് നിന്ന് മാളവിക മനസ്സിലാക്കി. അവൾ കയറിക്കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഒന്നും ചെയ്യാനില്ല, അവൾ പാതി വഴിയിൽ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. അവളെ ചട്ടം കെട്ടി മാളവിക. ആ ശബ്ദത്തിന് അല്പം കട്ടിയുണ്ടായിരുന്നു. മാളവികയെ പിണക്കണ്ട എന്ന കാരണം കൊണ്ടാകാം അവൾ തലകുനിക്ക് സമ്മതിച്ചു. നയന അവളുടെ ബാഗ് ചൂണ്ടിക്കാണിച്ചതിന് അടുത്തു കാണുന്ന വല്ല പുഴയിലോ കായലിലോ വലിച്ചെറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയായിരുന്നു മാളവിക. ചുണ്ടിൽ നിന്ന് അവളുടെ രക്തത്തിന്റെ മണം വിട്ടുമാറിയിരുന്നില്ല. അവൾ പൈശാചികമായി ചിരിച്ചുകൊണ്ട് നയനയെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നേരത്തെ പറഞ്ഞ് തയ്യാറാക്കിയ തിരക്കഥ എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ ആർക്കും സംശയം തോന്നിയതുമില്ല. വീണ്ടും വീണ്ടും താളുകൾ മറിച്ചുകൊണ്ട് എഴുതിവെച്ച കാര്യങ്ങൾ ഓരോന്നായി വായിച്ചു നോക്കി. ഇതൊരു ഏകപക്ഷീയമായ പ്രതികാരമാണ്. മറ്റുള്ളവർക്ക് ഇതിനുള്ള പങ്ക് വളരെ ചെറുതാണ്. അവളായിരിക്കണം ഒന്നാം പ്രതി. എല്ലാവരെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇവളാണ്, മാളവിക. ഇവളാണ് കേസിലെ ഒന്നാം പ്രതിയും അവരുടെ നേതാവും. മനസ്സൊന്ന് ശാന്തമായപ്പോൾ അവൻ ഡോക്ടറെ വിളിച്ചു. നാളെ വരാമെന്ന് വാക്കുകൊടുത്തു. അവൾക്ക് എന്നെപ്പോലെ ഒരു ആങ്ങള ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ചിലപ്പോൾ അവൾ ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു ആങ്ങളയുടെ സംരക്ഷണം.
അടുത്ത ദിവസം പത്രത്തിൽ എഴുതിയത് വായിച്ചതിനു ശേഷം മനസ്സിൽ സന്തോഷവും അതോടൊപ്പം ഒരു ആശ്വാസവുമാണ് തോന്നിയത്. വ്യക്തതയില്ലാത്ത മാധ്യമധർമ്മം. വാർത്തയിൽ ഡോക്ടറുടെ പേര് പരാമർശിക്കാതെ ഇരുന്നതിൽ പത്രപ്രവർത്തകരോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. ഈ വിഷയം എത്രയും പെട്ടെന്ന് ഡോക്ടറെ അറിയിക്കാം എന്ന് കരുതി ഫോൺ എടുത്തപ്പോഴായിരുന്നു സ്ക്രീനിൽ മറ്റൊരു കോൾ. സുധീഷ്. രാവിലെ തന്നെ എന്തിനായിരിക്കും? ഒരു നിമിഷം അവന്റെ ചിന്തകൾ വഴിമാറിക്കൊണ്ട് ആ ഫോൺ കോൾ അവൻ അറ്റൻഡ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ് സാർ. ഇപ്പോഴാണ് പത്രത്തിൽ കണ്ടത്. അപ്പോൾ തന്നെ സാറിനെ വിളിച്ച് അഭിനന്ദിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വിളിച്ചത്. താങ്ക്സ് സുധീഷ്. അവൻ സ്നേഹത്തോടു കൂടി മറുപടി പറഞ്ഞു. മറുപടി ഏറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെ പതിവായുള്ള അതേ ചോദ്യം. ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സർ? ഓക്കെയാണ് സുധീഷ്. പിന്നെ സുധീഷ്, നാളെ രാവിലെ ഞാൻ ബാംഗ്ലൂരിൽ തന്നെ കാണാൻ വരുന്നുണ്ട്. ഒരു സർപ്രൈസുമായി. സ്വാഗതം സർ. അധികമൊന്നും സംസാരിക്കാതെ സേതു ഫോൺ വെച്ചു. കുളിച്ച് വസ്ത്രം മാറി കയ്യിലൊരു ബാഗും കരുതിക്കൊണ്ട് ആശുപത്രിയിലേക്ക് തിരിച്ചു. ബാംഗ്ലൂരിൽ മറന്നുപോകാൻ ഇടയില്ലാത്ത ഇടങ്ങളിൽ ഒരിക്കൽ കൂടി രാപ്പാർക്കാൻ. അന്ന് സേതു ശിഖയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അതുവരെയുണ്ടായിരുന്ന ഒരു സന്തോഷം അവളുടെ മുഖത്തു നിന്നും അപ്രത്യക്ഷമായിരുന്നു. തോരാത്ത കണ്ണീരുമായാണ് ഡോക്ടറും ശിഖയും യാത്ര പറഞ്ഞത്. പിറ്റേന്ന് രാവിലത്തെ പ്രഭാതം അവർ കണ്ടുണർന്നത് ബാംഗ്ലൂർ നഗരത്തിലെ ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു. അവിടെ എത്തിയപ്പോൾ സുധീഷിനെ കുറിച്ച് ആലോചിച്ചു. ഇവളെ ജോലിസ്ഥലത്ത് കൊണ്ടാക്കിയതിനു ശേഷമാകാം ആ കൂടിക്കാഴ്ച. സാധിക്കുമെങ്കിൽ ശിഖയെയും കൂടെ കൂട്ടണം. അവന് ഇവളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. എപ്പോഴും ചോദിക്കാറുള്ളതല്ലേ ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഒരു നല്ല സർപ്രൈസ് തന്നെ കൊടുക്കാമെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു. അവളുടെ പക്കലുണ്ടായിരുന്ന മേൽവിലാസം തിരക്കി കൃത്യസമയത്ത് തന്നെ ആ വലിയ കെട്ടിടത്തിന്റെ മുന്നിലെത്തി. പുറമേ നിന്നേ ആ ഗ്ലാസിൽ പതിച്ചിരുന്ന പേരിലേക്ക് അവൾ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളടച്ച് എന്തോ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു നാട്ടിൻപുറത്തുകാരിയുടെ വിശ്വാസങ്ങൾ അവളിൽ നിന്ന് വിട്ടകന്നിരുന്നില്ല എന്നതിന് ഏറ്റവും നല്ലൊരു തെളിവ്. അവളെ ശല്യപ്പെടുത്താതെ അവൻ അല്പം പുറകിലോട്ട് മാറി നിന്നു. ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത് പോലെ വലതുകാൽ വെച്ചാണ് അവൾ അകത്തേക്ക് കയറിയത്. അവൾക്ക് പിറകിലായിരുന്നു തന്റെ ആഗമനം. റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടിയോട് എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട്. വിസിറ്റിംഗ് മുറിയിലിരിക്കുന്ന തനിക്കത് കേൾക്കാൻ സാധിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് അകത്തുനിന്ന് വന്ന ഒരു സ്ത്രീയോടൊപ്പം അവൾ അകത്തേക്ക് കയറിപ്പോയി. ഏറെ നേരത്തെ കാത്തിരിപ്പിൽ നിന്ന് ഒരു അല്പാശ്വാസത്തിന് വേണ്ടിയാണ് വാഷ്റൂം ചോദിച്ചറിഞ്ഞ് അങ്ങോട്ട് തിരിച്ചത്. വൃത്തിയായി അലങ്കരിച്ച ആ കോറിഡോറിലൂടെ നടക്കുമ്പോൾ ചുവരിലെ ചിത്രങ്ങളിലേക്ക് അറിയാതെ കണ്ണോടിച്ചുപോയി. സ്വിച്ചിട്ടതുപോലെ അവനവിടെ നിന്നു. ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. സുധീഷ്! അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഞാൻ കാണുന്നത് സ്വപ്നമാണോ? വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത്രയും വിദ്യാഭ്യാസവും സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരുവനെയാണോ ഞാൻ വില കുറച്ചു കണ്ടത്? അവന്റെ മനസ്സിൽ സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവ വികാസങ്ങൾ തെളിഞ്ഞു വന്നു. ഒരുപക്ഷെ എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നിരിക്കണം. സേതു റിസപ്ഷനിൽ പോയി സുധീഷിനെ കാണുമെന്ന് ആവശ്യപ്പെട്ടു. സാർ മീറ്റിംഗിലാണ്. കുറച്ചു സമയം കാത്തിരിക്കാമോ? വിസിറ്റിംഗ് ഏരിയ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇതേ സമയം മീറ്റിംഗ് കഴിഞ്ഞെത്തിയ സുധീഷ് തൊട്ടടുത്ത ക്യാബിനിൽ ഒരു സ്ത്രീരൂപത്തെ കണ്ടു. അവരുടെ തൊട്ടടുത്തായി അവിടുത്തെ സ്റ്റാഫ് ലക്ഷ്മിയുമുണ്ട്. എന്തൊക്കെയോ കമ്പ്യൂട്ടറിൽ നോക്കി പറഞ്ഞു കൊടുക്കുകയാണ്. ലക്ഷ്മി സുധീഷിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു. ഷീസ് ന്യൂ അപ്പോയിൻമെന്റ് സാർ. പേര് ശിഖ. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ശിഖ? ആ കണ്ണാടി മുറിയിൽ അത് മുഴങ്ങിക്കേട്ടു. ഞെട്ടിത്തിരിച്ച് അവൾ തിരിഞ്ഞു നോക്കി. ആ മുഖം കണ്ടതും അവന്റെ ശബ്ദം നിലച്ചു. ശ്വാസോച്ഛ്വാസത്തിന് വേഗത കൂടി. അവൻ വിറക്കുന്ന കാലുകളാൽ ഒറ്റയടി വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. അന്ന് ആ കൂരിരുട്ടിൽ തിളങ്ങിയ മുഖം ഇന്ന് 10 മടങ്ങ് പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നു. ചിരിച്ച മുഖവുമായി തന്നെയും ലക്ഷ്മിയെയും മാറി മാറി നോക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയാണ് തന്നെ അവൾക്ക് പരിചയപ്പെടുത്തിയത്. ശിഖ, ഇതാണ് നമ്മുടെ സീനിയർ മാനേജർ സുധീഷ്. അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി. ലക്ഷ്മി, എനിക്ക് ഈ കുട്ടിയുടെ പ്രൊഫൈൽ ഒന്ന് വേണം. ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവർ മുറിവിട്ടപ്പോൾ മുറിഞ്ഞുപോയ വാക്കുകൾ കൂട്ടിച്ചേർത്തവൻ ചോദിച്ചു. കുട്ടിക്ക് സുഖമാണോ? സുഖം സാർ. ആം ഓക്കെ. ഒന്നും ചോദിക്കാൻ വാക്കുകൾ കിട്ടാതെ തന്റെ ക്യാബിനിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അവളുടെ ചിരി മനസ്സിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. ശിഖയുടെ പ്രൊഫൈൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് റിസപ്ഷനിസ്റ്റ് വിളിച്ചു പറഞ്ഞത്. വായിച്ചു തുടങ്ങിയത് ബാക്കി വെച്ച് വിസിറ്റിംഗ് റൂമിലേക്ക് നടന്നു. ദൂരെ നിന്ന് അവൻ ആ മുഖം കണ്ടു. സേതു സാർ. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അടുത്തെത്തിയതും സുധീഷ് എന്ന് വിളിച്ചുകൊണ്ട് സേതുമാധവൻ അവനെ അടിമുടിയൊന്ന് നോക്കി.
അന്ന് അവിടെ വെച്ച് കണ്ട ഒരു നാടൻ വേഷക്കാരൻ തന്നെയാണോ ഇത്? ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സുധീഷ്. ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ തന്റെ മുന്നിൽ വന്ന സുധീഷിനെ അവൻ അറിയാതെ തിരിച്ചു വിളിച്ചുപോയി. സുധീഷ് സാറെന്ന്. പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിലാണ് തന്റെ ആഗമനോദ്ദേശം അവൻ തിരക്കിയത്. സുധീഷ്, താങ്കളെപ്പോഴും ചോദിക്കാറില്ലേ ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്? ആ കുട്ടിയെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. സത്യം, സത്യാണ് സാർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരിൽ കണ്ടിട്ടും ഇതുവരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചില സത്യങ്ങൾ അങ്ങനെയാണ് സുധീഷ്. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മെ തേടിയെത്തുന്നത്. മറുപടി പറയാതെ സുധീഷ് മൗനം പാലിച്ചിരുന്നു. ഒരു ശിഖയുടെ സ്ഥാനത്ത് മറ്റൊരു ശിഖ. നിങ്ങളുടെ നല്ല മനസ്സ് കാണാതെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ അവൾക്ക് ജീവിതത്തിൽ ഇതിനേക്കാളുമേറെ ഒരു തെറ്റുപറ്റാനില്ല. നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന, അതിനേക്കാളും ഏറെ ആരാധിക്കുന്ന മറ്റൊരു ശിഖ. നിങ്ങൾ ഭാഗ്യവാനാണ് സുധീഷ്. എല്ലാം ദൈവനിശ്ചയം. അല്ലാതെ എന്താ ഇപ്പോ ഞാൻ പറയാ? സൗഹൃദ സംഭാഷണവുമായി സംവദിച്ചു തുടങ്ങിയ ഈ ചെറുപ്പക്കാരനിൽ ഒരു നല്ല മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അന്നേ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. എന്റെ ജോലികൾ ഏകദേശം പൂർത്തിയായി. ഇനി എനിക്ക് സന്തോഷത്തോടെ മടങ്ങാം. കൂടെ പിറന്ന അനിയത്തിയല്ലെങ്കിലും ഇന്നവൾ എന്റെ അനിയത്തിയാണ്. അവൾ സുരക്ഷിതമായ കൈകളിലാണ് എത്തിച്ചേർന്നതെന്ന വിശ്വാസത്തിൽ എനിക്കിനി യാത്ര തിരിക്കാം. സേതു സുധീഷിനെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ശിഖയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ്. സുധീഷ് റിസപ്ഷനിസ്റ്റിനോട് വിളിച്ച് കാര്യം പറഞ്ഞു. ശിഖയെ ഒന്ന് വിളിക്കൂ. നിമിഷ നേരം കൊണ്ട് അവൾ ഇവരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചിരിച്ച മുഖവുമായി അവൾ സേതുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. സാർ, ഇതാണ് ഞങ്ങളുടെ മാനേജർ. അത് പറയുമ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം കണ്ടപ്പോൾ സേതുവിന് അതിയായ സന്തോഷമായി. അറിയാം മോളെ, നീ എന്നോട് ഒരുപാട് തവണ ചോദിച്ചില്ലേ ആരാണ് നിന്റെ രക്ഷകനെന്ന്? ആ നല്ല മനുഷ്യൻ ഇദ്ദേഹമാണ്. നിന്നെ ആശുപത്രിയിലെത്തിച്ച ദൈവദൂതൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പായി അവൾ കരഞ്ഞുകൊണ്ട് സുധിയുടെ കാലിലേക്ക് വീണു. ഒരുപാട് നന്ദി. സുധി ചുറ്റുപാട് നോക്കിക്കൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇറ്റ്സ് ഓക്കെ. അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഓഫീസിന്റെ മതിൽക്കെട്ടിനകത്തു കൊണ്ടുള്ള പരിമിതികൾ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. നിറമിഴികളായിരുന്നു മൂവരുടെയും മുഖത്ത്. ആനന്ദത്തിന്റെ അശ്രുകണങ്ങൾ. കൂട്ടുകാരെ, കഥ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.